അതിൽ ഞങ്ങൾ വളരെ ഈ വൈദിക വിചാര സമിതിയായിട്ടുള്ള ഈ വരുന്ന 15-ാം തീയതി പ്രത്യേക ഒരു പ്രോഗ്രാം കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നൃത്ത മാമാങ്കം ഇവിടെ പറയുണ്ടായി. നമുക്കിവിടെ ഇന്നിവിടെ നമ്മുടെ വേദിയിലിരിക്കുന്നത് വൈദിക വിചാര ട്രസ്റ്റിന്റെ പ്രസിഡന്റായിട്ടുള്ള എം ഹരിദാസൻ. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് വൈദിക വിചാര സമിതിയുടെ പേരിൽ സ്വാഗതം പറയുന്നു. യുവരാജ് ഗോകുൽ, ശ്രീ യുവരാജ് ഗോകുൽ എന്ന വ്യക്തിയാണ് അദ്ദേഹം. വീക്ഷണം കഴിഞ്ഞ 18 വർഷമായിട്ട് ഇത് 19ാമത് വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ വൈദിക വിചാര സദസ്സിന്റെ ഉദ്ദേശ സിദ്ധികളെ കുറിച്ച് ഉള്ള വിഷയത്തിലേക്ക് കടക്കുന്നില്ല. 601 അമ്മമാർ പങ്കെടുക്കുന്ന നൃത്ത മാമാങ്കം നടക്കാൻ പോകുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും ഡിസംബർ 15-ന് വൈകുന്നേരം 5 മണിക്ക് ഷോറമ്പ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഹാർദമായി സ്വാഗതം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ വൈദിക വിചാര സദസ്സിൽ എത്തിച്ചേർന്നുള്ള യുവരാജ് ഗോകുൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് നമ്മൾ സംവദിക്കുന്നതിന് വേണ്ടി ആർദ്രപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ശ്രീ പത്മനാഭജയം. ഇവിടെ വാഴുന്ന ശ്രീ കുരുമ്പ ഭഗവതിക്ക് സാഷ്ടാംഗ നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ഹരിദാസൻ ജി, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ പ്രഭാകരേട്ടൻ, ശ്രീ ജ്യോതിപ്രകാശ് ജി, ഒപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പരിപാടിക്ക് വൈദിക വിചാര സദസ്സിന് എന്നെ ഇവിടേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കണം എന്നാവശ്യപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഭാരതം എന്ന വിശ്വഗുരു, പ്രായോഗികതകളും വെല്ലുവിളികളും എന്നുള്ളതാണ്. ഭാരതം എന്ന വിശ്വഗുരു. ഭാരതം വിശ്വഗുരു എന്നാണ് പൂർവ്വകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. അന്ന് അത് അറിയപ്പെട്ടിരുന്നതിന് ഒരുപാട് കാര്യകാരണങ്ങളുണ്ട്. ഇന്നും അതങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ എന്നാൽ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കുവാനും വേണ്ടിയിട്ടുള്ള പ്രാപ്തി കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളായിട്ട് ഭാരതത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തില് പലർക്കും പല തരത്തിലുള്ള സംശയങ്ങളുണ്ട്. കാരണം സാമ്പത്തികമായി ഭാരതം അധംപതിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. സൈനികപരമായി ഭാരതം താഴേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഒരു കാലത്തിന്റെ ലോകഗുരുവിന്റെ സിംഹാസനത്തിലേക്ക് ഉപവിഷ്ടിച്ചാൽ അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചാൽ അത് ശരിയാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ സംശയം തോന്നുന്ന സാഹചര്യങ്ങളുണ്ടായി. പിന്നെ 2 തരത്തിൽ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ വിശ്വഗുരു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാണ്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു സൂപ്പർ പവറിനെ കുറിച്ച് ശക്തികളിൽ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഫാക്ടറായിട്ട് ആൾക്കാർ കണക്കാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് അതിലേക്കൊക്കെയും വരാം. പക്ഷെ ഈ വിശ്വഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആരെ കുറിച്ച് സംസാരിച്ചു തുടങ്ങണം? എന്തിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങണം? ഗുരു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങും. അപ്പോഴാണല്ലോ വിശ്വഗുരു ആകുന്നതിന്റെ പ്രാധാന്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതിപ്പോ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ക്ഷേത്രമാണ്. സമിതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എല്ലാവരും ഒരു മാതൃസംഘടനയിൽ നിന്ന് കടന്നു വന്നവരാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഗുരു എന്താണ്, ഗുരു സങ്കല്പം എന്താണ് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ആരാണോ അതാണ് ഗുരു എന്ന് പറയുന്നത്. ഒരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ആരാണോ അതാണ് ഗുരു. മാതാ, പിതാ, ഗുരു, ദൈവം എന്നുള്ളതാണ് ഭാരതം ലോകത്തിന് മുൻപിലേക്ക് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഫിലോസഫികളിലൊന്ന്. മാതാവ്, പിതാവ് എന്താണെന്ന് നമുക്കറിയാല്ലേ. നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും ഒരു വശത്ത്, മറുവശത്ത് ഈശ്വരനാണ്, ദൈവമാണുള്ളത്. അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ടിന്റെയും ഇന്റർമീഡിയറ്ററി ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഗുരു എന്ന് പറയുന്നത്. അവിടെ ഈശ്വരനേക്കാളും വലിയ പ്രാധാന്യം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഗുരുവിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗുരു എന്ന് പറഞ്ഞ് നമ്മൾ ആരെയാണ് കരുതുന്നത്? നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്, അധ്യാപകരെയാണ് നമ്മൾ കരുതുന്നത്. അധ്യാപകൻ ഗുരു ആകുമോ? അധ്യാപകൻ ഗുരു ആകണം എന്ന് നിർബന്ധമില്ല. ഇപ്പോ
വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണോ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന മൂർത്തിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ അത് ഈശ്വരനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബഹുകാലം ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്. ആ മൂർത്തിയിലേക്ക് മാത്രം പോയി കഴിഞ്ഞാൽ നമ്മൾ സാക്ഷാൽ ഈശ്വരനിലേക്ക് മഹാപ്രപഞ്ചത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിലേക്കുള്ള വഴി തന്നെയാണ് ക്ഷേത്രങ്ങളിലെ മൂർത്തികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ അല്ലെങ്കിൽ ആ പദത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഗുരു ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. ഗുരു എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എനിക്ക് നാളെ ഇത് തരും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്തല്ല ഗുരു നമുക്ക് വിദ്യ പകർന്നു തരുന്നത്. ഗുരു നമുക്ക് അപരാവിദ്യയും പരാവിദ്യയും ഒരുപോലെ പകർന്നു തരും. എന്താണ് അപരാവിദ്യ? അപരാവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന അത് നൃത്തമാവട്ടെ, ശാസ്ത്രമാവട്ടെ, ഗണിതമാകട്ടെ, അല്ലെങ്കിൽ ഭൗതികമായ മറ്റു കാര്യങ്ങളാകട്ടെ, ഇതിനെയാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. പരാവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള നോളജ് എന്നുള്ളതാണ്. അത് ഈശ്വരനെ കുറിച്ചിട്ടുള്ള നോളജ്. അപ്പൊ അപരാവിദ്യയും പരാവിദ്യയും ഒരു ലാഭേച്ഛയും ഇല്ലാതെ നമുക്ക് പകർന്നു തരുന്നത് ആരാണോ അതാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുവിന് നമ്മളെ ശരിയായ രീതിയിൽ ശരിയായ പാതയിൽ നമ്മൾ പോകേണ്ടുന്ന പാതയിൽ, ഇപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന പാതയിലേക്ക് നമ്മളെ വിട്ടുകൊള്ളണം എന്നില്ല, പക്ഷേ നമ്മൾ പോകേണ്ടുന്ന പാത ഏതാണോ ആ പാതയിലേക്ക് നമ്മളെ കൃത്യമായും വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയിട്ടുള്ള അകക്കണ്ണും ജ്ഞാനവുമുള്ള ആളായിരിക്കും ഗുരു എന്ന് പറയുന്നത്. ഒരു ഗുരുവിനെ നമുക്ക് പരിപൂർണമായിട്ടും വിശ്വസിക്കാം. നമുക്ക് നമ്മുടെ അമ്മയെ എങ്ങനെ വിശ്വസിക്കുവാൻ സാധിക്കുമോ അതുപോലെ നമുക്ക് നമ്മുടെ ഗുരുവിനെ വിശ്വസിക്കാൻ സാധിക്കും. അപ്പോ അധ്യാപകൻ ഗുരു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈശ്വരനും മൂർത്തിയും ഉള്ളതുപോലെ തന്നെ അധ്യാപകൻ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. അധ്യാപകൻ ആദരിക്കപ്പെടേണ്ട ആളാണ്. അധ്യാപകനെ നമ്മൾ ഈശ്വരന് തുല്യോ ഗുരുതുല്യോ ഒക്കെ കാണേണ്ടുന്ന ആളാണ്. പക്ഷെ ഗുരു എന്ന് പറയുന്ന പദത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ സുകുമാർ അഴീക്കോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധ്യാപകർ എന്ന് എഴുതുമ്പോ പണ്ട് നമ്മുടെ ഈ ദയയുടെ ധായിട്ട് ചന്ദ്രക്കലയിട്ട് ധനത്തിന്റെ ധായിട്ട് വരുമ്പോൾ ആയിരുന്നു. പുതിയ ലിപിയിലേക്ക് വന്നപ്പോ ആ ദയയുടെ ധായങ്ങ് പോയിട്ട് ധനത്തിന്റെ ധാ മാത്രം അവശേഷിച്ചു എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത ഒരുപാട് നല്ല നല്ല അധ്യാപകർ നമുക്കിടയിലുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ ഈ ഫിലോസഫി ലോകത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ലോകത്തൊരേ ഒരു രാജ്യമേ ഉള്ളൂ. ആ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാണ്. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നു. ഈ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സമയത്ത് മാഗ്നസ് കാൾസൺ എന്ന് പറയുന്ന ലോകത്തെ 5 തവണ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു വിഖ്യാതനായ ചെസ് കളിക്കാരനുണ്ട്. ഈ മാഗ്നസ് കാൾസനെ നമ്മുടെ കുട്ടികളോ ഇന്ത്യക്കാരോ ആരെങ്കിലും തോൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത് വലിയ വാർത്തയാണ്, വലിയ ഹെഡ്ലൈൻസ് ആണ്. TV ചാനലുകളിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ വലിയ ആഘോഷമാണ്. അതേ കാൾസനെ അട്ടിമറിച്ചു, നമ്മുടെ കുട്ടികൾ കാൾസനെ അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഇടയ്ക്ക് ഈ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ പേര് ബിറ്റ്സി മുഖർജി എന്നെന്തോണ്, വെസ്റ്റ് ബംഗാളിലുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടി നേരെ പോയിട്ട് മാഗ്നസ് കാൾസന്റെ കാലിൽ തൊട്ട് കണ്ണിൽ വയ്ക്കും. അപ്പോ ഈ കാൾസൺ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഒരാൾ വന്ന് തന്റെ കാലിൽ തൊട്ട് വെക്കണം. ഈ കാൾസൺ അധികം പ്രായമൊന്നുമില്ല, 34 വയസ്സേ ഉള്ളൂ. എന്നെക്കാളും 2 വയസ്സിന്റെ കുറവേ ഉള്ളൂ കാൾസൺ. അപ്പൊ ഈ കാൾസന്റെ കാലിൽ തൊട്ട് കണ്ണിൽ വെക്കുവാണ്. അപ്പൊ കാൾസൺ പെട്ടെന്ന് ഇങ്ങനെ ആകെ പരിഭ്രമിക്കുകയാണ്, ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അയാൾ നോർവീജിയൻകാരനാണെന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. തന്റെ കാലിൽ വന്ന് ഒരാള് വണങ്ങിയിട്ട് പോവുകയാണ്. അതും തന്റെ എതിരാളി, തന്നോട് മത്സരിക്കുന്ന കുട്ടികളിൽ ഒരാൾ. ആ കുട്ടി തന്റെ എതിരാളി തന്റെ കാലിൽ വന്ന് തന്നെ തൊട്ട് വണങ്ങി തന്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോവുകയാണ്. ലോകത്ത് ഭാരതത്തിലല്ലാതെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് താൻ ആരോടാണോ മത്സരിക്കേണ്ടത് ആ മത്സരിക്കുന്നയാള് തന്നെക്കാളും മുതിർന്നയാളും തന്നെക്കാളും അറിവുള്ള ആളുമാകുമ്പോ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വണങ്ങി അനുഗ്രഹം മേടിക്കുന്ന തലത്തിലേക്കുള്ള ബൗദ്ധികമായ ഒരു മഹത്വം ഈ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികളിൽ വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാല് പണ്ട് മറ്റ് പല പരസ്യ ബോർഡുകളുമായിരുന്നു കണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഏറ്റവും അധികം കാണുന്ന പരസ്യ ബോർഡുകൾ എന്ന് പറയുന്നത്
വിദേശത്തേക്ക് കുട്ടികളെ എഡ്യൂക്കേഷന് വേണ്ടി അയക്കാം. ഇന്ന സ്ഥാപനം യൂറോപ്പ്, ജപ്പാൻ, അമേരിക്ക, ലോകത്ത് 10-200 രാജ്യത്തോളം ഉണ്ട്. ഈ 10-200 രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് ഇപ്പൊ കുട്ടികളെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയിട്ട് പഠിത്തമൊന്നും അല്ല നടക്കുന്നത്, പാത്രം കഴുകൽ അതിന്റെ കാശുണ്ടാക്കലാണ് വേറൊരു വഴിക്ക് നടക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ ഇവിടെ നിന്ന് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ നമ്മളെ കുറെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമല്ലോ, എന്താണ് നിങ്ങൾ വഴിതെറ്റി പോകരുത്, നന്നായിട്ട് പോകണം, അച്ഛനില്ല അമ്മയില്ല എന്ന് പറഞ്ഞ് തോന്നിയ ദിവസം ഒന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ട്രെയിനിങ് കൊടുത്ത് വിടും. കുട്ടികൾ എന്താണ്, കുട്ടികൾ ശരി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്വാതന്ത്ര്യം തന്നെയാണല്ലോ, അതുകൊണ്ട് അച്ഛനും അമ്മ എന്തോ ഉപദേശിച്ചോ ഞാൻ കുറച്ചു നേരം ഇരുന്ന് കേട്ട് വരാമെന്നുള്ള ഭാഗത്തിൽ കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഇരുന്നേ. ഇതേപോലെ തന്നെ നമ്മൾ ഈ കുട്ടികൾ പോകുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളിലെ അധ്യാപകർക്കും ട്രെയിനിങ് ഉണ്ട്. എന്തിനാണെന്ന് അറിയാമോ? അവരോട് പറയുന്നതാണ്, ദി ഇന്ത്യൻ സ്റ്റുഡൻസ് വിൽ റെസ്പെക്ട് യു. ഇന്ത്യൻ വിദ്യാർത്ഥികള് നിങ്ങളെ ബഹുമാനിക്കും. ഡോണ്ട് ഗെറ്റ് സർപ്രൈസ്ഡ്. നിങ്ങൾ അത്ഭുതപ്പെടരുത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ വരുമ്പോ അവര് നിങ്ങളെ ബഹുമാനിക്കും, നിങ്ങളെ ആദരിക്കും, ചിലപ്പോ ഗുരുക്കന്മാരെന്നുള്ള നിലയിൽ നിങ്ങളുടെ കാല് തൊട്ട് വണങ്ങുകയും ചെയ്യും. നിങ്ങൾ അത്ഭുതപ്പെടരുത്, നിങ്ങൾ ഭയക്കരുത്, നിങ്ങൾ പരിഭ്രമിക്കരുത്. കാരണം അധ്യാപകരെയൊക്കെ പേരെടുത്ത് വിളിച്ച് ഒരു തരത്തിലുള്ള ബഹുമാനമോ ഒരു തരത്തിലുള്ള ആദരവോ അവർക്ക് കൊടുക്കാതെ വരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള ആ പർട്ടിക്കുലർ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വരുന്നു, ആദ്യമായിട്ട് അവർ പറയുന്നത് വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കേൾക്കുന്നു, അവരെ ആദരിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോ അവർക്കും അത്ഭുതമാണ്. അപ്പോ ഭാരതം ലോകത്തിന്റെ മുൻപിൽ അങ്ങനെയാണ് ഒരു ജനതയെ വളർത്തിയെടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാത്തിനോടും ആദരവാണ്, നമുക്ക് എല്ലാത്തിനോടും ബഹുമാനവുമാണ്. അപ്പോ അങ്ങനൊരു സംസ്കാരം, ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രം ലോകത്തിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തെ വിശ്വഗുരു സിംഹാസനത്തിൽ ഇരുത്താൻ പ്രാപ്തമാക്കുന്നതാണോ അല്ലയോ എന്ന് പറയുന്നത്. നമുക്കിന്ന് അമേരിക്കയുണ്ട് അല്ലെ, ലോക പോലീസ് എന്നാണ് അമേരിക്കയെ തന്നെ വിശേഷിപ്പിക്കുന്നത്, ലോകവും അമേരിക്കയെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയോട് അങ്ങേയറ്റം മത്സരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു USSR. അതുപോലെ തന്നെ ചൈന ലോകത്തിന്റെ പല ഭാഗങ്ങളെയും പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. ജർമ്മനിയും ഹിറ്റ്ലറും ഒരിക്കൽ പടപ്പുറപ്പാടുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരുന്നു ലോകം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ എന്തേ നമ്മുടെ നാട്ടിലേക്ക് വന്നു. നമ്മുടെ തൊട്ടപ്പുറത്ത് മാഹി എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശം ഉണ്ടല്ലോ. എന്താ മാഹി ഇന്ത്യയുടെ ഭാഗമാവാ കേരളത്തിന്റെ ഭാഗമാവാതെ പോയ അറിയോ? എന്തുകൊണ്ടാ മാഹി കേരളത്തിന്റെ ഭാഗമാവാതെ പോയതെന്ന്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന മനുഷ്യരെ പോലുള്ള മനുഷ്യരെ തന്നെയാണ് അവിടെയും കാണുന്നത്. നമ്മുടേതായ അതേ വസ്ത്രധാരണ രീതി, നമ്മുടേതായ ഭക്ഷണ രീതി, നമ്മുടേതായ സംസാര രീതി, ഭാഷ, എഴുത്ത്, ലിപി എല്ലാം നമ്മുടേതുപോലെ തന്നെ. ഇവിടെ ഇറങ്ങുന്ന സിനിമകളൊക്കെ തന്നെയാണ് അവിടെയും ആൾക്കാരെ കാണുന്നത് അല്ലേ. പക്ഷെ മാഹി മറ്റൊരു പ്രദേശമാണ്. എന്തുകൊണ്ടാണ് അറിയോ? കാരണം മാഹി ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നില്ല, മാഹി ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്നു. അപ്പൊ നമുക്ക് ഫ്രഞ്ചുകാർക്ക് ഇവിടെ കോളനി ഉണ്ടായിരുന്നു. അതെ, ഫ്രഞ്ചുകാർക്ക് ഇവിടെ കോളനി ഉണ്ടായിരുന്നു, പോർച്ചുഗീസുകാർക്ക് ഇവിടെ കോളനി ഉണ്ടായിരുന്നു, ഡച്ചുകാർക്ക് ഇവിടെ കോളനി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട യൂറോപ്യൻ ശക്തികൾക്ക് എല്ലാവർക്കും തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആ തരത്തിലുള്ള കോളനികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഒരു സൂപ്പർ പവർ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ ഉണ്ടായിരുന്നു. പച്ചയിറച്ചി ചുട്ടു തിന്നണമെന്ന് യൂറോപ്യന്മാർക്ക് അറിഞ്ഞുകൂടാതിരുന്ന കാലഘട്ടങ്ങളിൽ, പച്ചയിറച്ചി ചുട്ടു തിന്നണം എന്ന് യൂറോപ്യൻസിന് അറിഞ്ഞുകൂടാതിരുന്ന കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബൗദ്ധിക കേന്ദ്രമായിരുന്നു ഭാരതം. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു നമ്മുടെ രാഷ്ട്രം. ആംഗസ് മാഡിസൺ എന്ന് പറയുന്ന ഒരു പേരുണ്ട്, ഒരു ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ആവർത്തിച്ച് വായിച്ചു പഠിക്കേണ്ട ഒന്നാണ്. ആരാണ് ഈ ആംഗസ് മാഡിസൺ? അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായ ഇക്കണോമിസ്റ്റ് ആണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് 36 OECD രാജ്യങ്ങൾ കൂടിയിട്ട് ലോകത്തിന്റെ സാമ്പത്തിക ചരിത്രം പഠിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. ഈ സാമ്പത്തിക ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ സാമ്പത്തിക ചരിത്രം പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങോ പോകേണ്ടി വരും അല്ലെ. ഏതോ നൂറ്റാണ്ടിൽ നിന്ന് ഏതോ സഹസ്രാബ്ദത്തിൽ നിന്നൊക്കെ നമുക്ക് തുടങ്ങേണ്ടി വരും. അപ്പൊ അവരൊരു കട്ട് ഓഫ് ഡേറ്റ് തീരുമാനിച്ചു. ഏതായിരുന്നു കട്ട് ഓഫ് ഡേറ്റ്?
AD 1-ാം നൂറ്റാണ്ട് മുതൽ കഴിഞ്ഞ ഒരു 2000 വർഷത്തെ സാമ്പത്തിക ചരിത്രം പഠിക്കുക എന്നുള്ളത്. അങ്ങനെ അവര് AD 1-ാം നൂറ്റാണ്ട് മുതലുള്ള സാമ്പത്തിക ചരിത്രം പഠിച്ചു വന്നപ്പോ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ലോകം ഞെട്ടിപ്പോയി. കാരണം ആദ്യത്തെ 1000 വർഷം 10 നൂറ്റാണ്ട് വരെ എടുക്കുമ്പോൾ AD 10-ാം നൂറ്റാണ്ട് വരെ വരുന്ന സമയത്ത് ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയുന്നത് ഭാരതമായിരുന്നു. അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ, വേൾഡ് GDP-യുടെ 1/3 33%-ലധികം നമ്മുടെ കയ്യിലായിരുന്നു. 10-ാം നൂറ്റാണ്ടിന് ശേഷം വലിയ തോതിലുള്ള വൈദേശികമായ ആക്രമണങ്ങൾ ഉണ്ടായി. ആ ആക്രമണങ്ങൾ ഉണ്ടായതിനു ശേഷം മുഗളന്മാരുടെയും അറബികളുടെയും തുർക്കികളുടെയും മംഗോളിയന്മാരുടെയും ഒക്കെ കടന്നുവരവുകൾ ഉണ്ടായി. കുറെയൊക്കെ പ്രദേശങ്ങളൊക്കെ അടിമവൽക്കരിക്കപ്പെടുന്ന കോളനിവൽക്കരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഒരു 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടോടുകൂടി എന്ത് സംഭവിച്ചു? നമ്മുടെ സാമ്പത്തിക ശക്തി കുറയാൻ തുടങ്ങി. പക്ഷെ എന്നിട്ടും 1-ാം സ്ഥാനത്ത് നമ്മൾ പോയില്ല. 3-1 എന്നുള്ളത് കുറഞ്ഞ് 4-1 എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് യൂറോപ്യൻസിന്റെ കടന്നുവരവുണ്ടാകുന്നത്. അങ്ങനെ യൂറോപ്യൻസ് കടന്നു വന്നതിന് ശേഷം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ബ്രിട്ടീഷുകാര് ഈ രാജ്യം വിട്ടു പോകുന്ന സമയത്ത് 25% 33% ഒക്കെ വേൾഡ് GDP കയ്യിൽ വെച്ചിരുന്ന നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് 2% താഴെയായി. 2% താഴെ. അത്രയേറെ വലിയ കൊള്ളയടിയാണ് ബ്രിട്ടീഷുകാര് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് നമുക്കിത് നഷ്ടപ്പെട്ടത്? നമ്മൾ ചില ആൾക്കാരെയൊക്കെ കാണുമല്ലേ, എന്താണ് വലിയ തോതിൽ കാശൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ധാരാളിത്തവും ആർമാദിക്കലും ആയിട്ട് ഇങ്ങനെ ബഹളി കുളിച്ചിങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാർ. അപ്പൊ ഭാരതത്തിൽ വലിയ സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് രാജാക്കന്മാരും നമ്മളുമൊക്കെ എന്തായിരുന്നു, വലിയ ദൂർത്ത് അടിച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാരായിരുന്നു. ഭാവിയെ കുറിച്ച് ചിന്തയില്ലാതിരുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടായിരുന്നില്ല. നമുക്ക് ശാസ്ത്രീയമായ വിവരങ്ങൾ ഇല്ലാതിരുന്നുകൊണ്ടാണോ, നോളജ് ഇല്ലാതിരുന്നതുകൊണ്ടാണോ? അങ്ങനെയും ആയിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഇപ്പോ ഇവിടെ ആദ്യത്തെ ദിവസം ഭാരതീയ ദർശനങ്ങളിലെ ശാസ്ത്രവും ഭാവനയും എന്ന വിഷയമാണ് ശ്രീ ജിജേഷ് എടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ പേരെങ്കിലും കുറെയൊക്കെ ആ വിഷയങ്ങളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. ഭാരതത്തിന്റെ അറിവ്, നോളജ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. എന്നാലും ഞാൻ നിങ്ങളോട് ഈ പ്രസംഗത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോവാം. ഞാനിപ്പോ തിരുവനന്തപുരത്ത് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങളിൽ എത്ര പേര് പോയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിരിക്കും. എനിക്കറിയാം, അത് നിങ്ങളുടെ തെറ്റൊന്നുമല്ല. അപ്പൊ തിരുവനന്തപുരത്തുകാരോട് ഇന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷമായി 20 വർഷമായി 30 വർഷമായി പോയിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാര് അവിടെ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നവർ അവിടെ പോയിട്ടില്ല എന്നുള്ളതിനകത്ത് എനിക്ക് വലിയ അത്ഭുതമോ കുറ്റപ്പെടുത്തലുകളോ ഒന്നുമില്ല. പക്ഷേ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അവിടെ എപ്പോഴെങ്കിലും പോകാൻ അവസരം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് നോക്കണം, എത്ര തൂണുകൾ ഉണ്ട് എന്നറിയോ അവിടെ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്ര തൂണുകൾ ഉണ്ട് എന്നറിയോ? നമുക്ക് 365 തൂണുകളുണ്ട്. എന്താ ഈ 365 എന്ന് പറയുന്നത്? ആ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 365 and 1/4 നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ആൻ ഇയർ അല്ലെ, ഒരു വർഷത്തെ ദിവസങ്ങളുടെ എണ്ണം. 17-ാം നൂറ്റാണ്ടില് നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു വലിയ ചലഞ്ച് മുമ്പോട്ട് വെക്കും. 1 വർഷം കൊണ്ട് ഈ ശിവേലി മണ്ഡപവും ഗോപുരവും ഒക്കെ പണിഞ്ഞു തരണം. അപ്പൊ നമ്മുടെ നാട്ടിലെ തച്ചന്മാരൊന്നും തന്നെ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകില്ല, പ്രാദേശികമായിട്ട് തിരുവിതാംകൂറിലുള്ള. കാരണം രാജാവാണ് ചലഞ്ച് വയ്ക്കുന്നത്. ഇനി 1 വർഷം കൊണ്ട് പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ അവസാനം രാജാവ് ഇനി കൈവെട്ടിക്കളയോ തലവെട്ടിക്കളയോ എന്നൊക്കെയുള്ള പേടി സ്വാഭാവികമായിട്ടും ഉണ്ട്. അങ്ങനെ ചെയ്ത ചരിത്രം നമുക്ക് ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഭയം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരും തന്നെ ആ ചലഞ്ച് ഏറ്റെടുത്തില്ല. അല്ലെങ്കിൽ തന്നെ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ട് പരാജയപ്പെട്ടു പോയാലോ മാനം പോവില്ല എന്നുള്ള ഭയവുമായിരുന്നിരിക്കാം. പക്ഷേ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഒരാൾ വരും. അദ്ദേഹത്തിന്റെ പേര് വൈരമുത്തു ആചാരി എന്നാണ്, തമിഴ്നാട്ടുകാരനാണ്. ഈ വൈരമുത്തു ആചാരി വന്ന് അദ്ദേഹം 1 വർഷം കൊണ്ടാണ് ആ കാണുന്ന സ്ട്രക്ചർ മുഴുവൻ പണിഞ്ഞു തീർക്കുന്നത്. ഒരു വർഷം കൊണ്ട്. ആ ഒരു വർഷം കൊണ്ട് അദ്ദേഹം പണിയുന്നതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന കണക്കുകളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ 365 തൂണുകൾ. നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും കയറി പോകുമ്പോൾ നോക്കണം, അവിടെ ഒരു ഗരുഡൻ നിൽപ്പുണ്ട്. അഷ്ടനാഗങ്ങളെ ബന്ധിച്ച് നിൽക്കുന്ന ഗരുഡനാണ്. ആ ഗരുഡന്റെ ഒരു വശത്തായിട്ട് ചെറുതായിട്ടൊരു 1/4 തൂണ് കിടത്തിയിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിലാണ്. നിങ്ങൾ നേരെ പളനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പളനിയിലെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? എന്താണ് പളനിയിലെ വിഗ്രഹത്തിന്റെ പ്രത്യേകത? നവപാഷാണങ്ങൾ കൂട്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നവപാഷാണങ്ങൾ എന്ന് പറയുമ്പോൾ 9 പാഷാണങ്ങളുടെ 9 വിഷങ്ങളുടെ 9 കൂട്ടുകൾ എന്നുള്ളത് 81 വിഷങ്ങൾ ചേർത്തിട്ടാണ് പളനിയിലെ ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്.
നിങ്ങൾ അതിനകത്ത് വലിയ അത്ഭുതമൊന്നും കാണണ്ട കേട്ടോ. ഇപ്പൊ ഭോഗർ എന്ന് പറയുന്ന സിദ്ധൻ ഈ പറയുന്ന രണ്ട് കൂട്ടുകൾ ഉണ്ടാക്കുന്നു. ഒന്ന് ഉപയോഗിച്ച് പളനിയിലെ വിഗ്രഹം ഉണ്ടാക്കുന്നു, ഒന്ന് ഉപയോഗിച്ച് അദ്ദേഹം മറ്റൊന്നുണ്ടാക്കുന്നു. ആ രണ്ടാമത്തെ വിഗ്രഹവുമായിട്ട് അദ്ദേഹം അന്തർദാനം ചെയ്തു എന്നാണ് പറയുന്നത്. വാട്ട് എവർ അദ്ദേഹം അന്തർദാനം ചെയ്തു ഇല്ലയോ അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒന്നാമത്തെ വിഗ്രഹം പണിഞ്ഞു വെച്ചത് ഇന്നും അവിടെ തന്നെ ഉണ്ട്. നവപാഷാണങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഏത് നൂറ്റാണ്ടിലാണ് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏതോ നൂറ്റാണ്ടിലാണ് അത് പണിഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ അതിനകത്തുള്ള അത്ഭുതം വിട്ടേക്കും. ഞാൻ ഇപ്പോഴും പറയും, നിങ്ങൾ അതിനകത്തുള്ള അത്ഭുതം വിട്ടേക്കും, അല്ലെങ്കിൽ ഭക്തി വിട്ടേക്കും, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാവരും നിങ്ങൾ വിട്ടേക്കും. പക്ഷേ ഭാരതത്തിനുണ്ടായിരുന്ന ശാസ്ത്രീയമായ നോളജ് ആയിരുന്നു ഇങ്ങനെയും ചെയ്യാം. 9 വിഷങ്ങളെ 81 നവപാഷാണങ്ങളെ 81 വിഷക്കൂട്ടുകളെ സമന്വയിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അത് ഔഷധമായി മാറും എന്നുള്ള നോളജ് ഏതോ നൂറ്റാണ്ടിൽ ഏതോ സഹസ്രാബ്ദത്തിൽ നമ്മുടെ ഈ മണ്ണിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എന്താണെന്ന് അറിയാം അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരും ഇവിടെ ഉണ്ടാവില്ല. ഈ നെഗറ്റീവ് നമ്പേഴ്സിനെയും പോസിറ്റീവ് നമ്പേഴ്സിനെയും കുറിച്ചിട്ട് യൂറോപ്യൻസിന് എന്താണ് മനസ്സിലായെന്ന് നിങ്ങൾക്കറിയോ? എന്നായിരുന്നു അവർ അതിനെക്കുറിച്ച് പഠിച്ചതെന്ന് ആദ്യമായിട്ട്? 17-ാം നൂറ്റാണ്ട് വരെയും നെഗറ്റീവ് നമ്പേഴ്സ് അവർ ഇക്വേഷൻ എഴുതുമ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ഇൻസൈൻ ആണ്, ഇതെന്തോ കുഴപ്പമുള്ള സാധനമാണെന്ന് പറഞ്ഞാൽ അവർ അതിനെ ക്യാൻസൽ ചെയ്ത് കളയലായിരുന്നു പതിവ്. കാരണം അവർക്ക് നെഗറ്റീവ് നമ്പേഴ്സ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോ ലോകത്തിന് 0 എന്ന് പറയുന്ന സംഖ്യ സംഭാവന ചെയ്തത് ഭാരതമാണെന്ന് പറയും. അപ്പൊ നമ്മുടെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉള്ള കുറെ പുതിയ തലമുറ ട്രോളന്മാര് വന്നിട്ട് ട്രോളോ 0 പണ്ടില്ലായിരുന്നു, 0 ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ നമ്പർ ഉണ്ട്, 0 എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് അറിയില്ലായിരുന്നോ? ഇന്ത്യ കണ്ടുപിടിച്ചു കൊടുത്തിട്ട് വേണമല്ലോ ലോകത്തിന് അറിയാം. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ തന്നെ ഹിസ്റ്ററി ബുക്കുകളിലും സോഷ്യൽ സയൻസിലും ഒക്കെ നമ്മൾ തന്നെ വായിച്ചു പഠിച്ചാണ് 0 എന്നത് ഭാരതത്തിന്റെ സംഭാവനയാണ്. ഈ 0 എന്ന് പറയുന്ന ഒരു നമ്പർ അല്ല ഭാരതത്തിന്റെ സംഭാവന. പകരം 0ത്തിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വിദേശികൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം 0ത്തിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഈ പറയുന്ന നെഗറ്റീവ് നമ്പേഴ്സിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത്. എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 അല്ലേ, അല്ലെങ്കിൽ 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ, ഇങ്ങനെയൊക്കെ എത്തുമ്പോഴാണ് അത് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന കാൽക്കുലേഷനിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോ ഇതിനെ കുറിച്ചിട്ട് ലോകത്തിന് വലിയ ധാരണ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അത് ഭാരതമാണ് ലോകത്തിന് സംഭാവന ചെയ്തത് എന്നുള്ളതാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ശാസ്ത്രീയ പുരോഗതികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ചാക്കോ മാഷ് പറയുന്നത് പോലെ തന്നെ ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണ്. ഈ കണക്കില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, മാത്തമാറ്റിക്സ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഭൂമി വെറും വട്ടപൂജ്യമാണ്. മനുഷ്യരാശിയുടെ പുരോഗതി എന്ന് പറയുന്നത് വട്ടപൂജ്യം തന്നെയാണ്. അപ്പോ ഈ നമ്മളെ പലരും പരിഹസിക്കും, എന്താണ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പെയിന്റ് അടിക്കുന്നു, നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ലൈറ്റ് ഇടുന്നു, നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ലൗഡ് സ്പീക്കർ വയ്ക്കുന്നു, ഇതെല്ലാം യൂറോപ്യൻസ് കൊണ്ടുവന്നതല്ലേ, അവര് കൊണ്ടുവന്നതല്ലേ, ഇവര് കൊണ്ടുവന്നതല്ലേ, നാളെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നോക്കൂ, നിങ്ങൾ ഇന്നീ കാണുന്ന ലോകത്തിന്റെ ശാസ്ത്രീയമായ പുരോഗതികളുടെ മുഴുവൻ അടിസ്ഥാനം ഗണിതമാണെന്നുണ്ടെങ്കിൽ 0 എന്ന് പറയുന്ന സംഖ്യയുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ലോകത്തിന് അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും കണ്ടെത്താൻ പോകുന്നില്ല, നമ്മൾ ഇത് എവിടെയും എത്താനും പോകുന്നില്ല. അപ്പോ ലോകത്തിന്റെ പുരോഗതിക്ക് എല്ലാ മനുഷ്യരുടെയും എല്ലാ ജനതകളുടെയും എല്ലാ രാഷ്ട്രങ്ങളുടെയും എല്ലാ ഭാഷകളുടെയും അതാത് സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അപ്പോ നമുക്ക് ശാസ്ത്രീയമായ അറിവില്ലാതിരുന്നത് കൊണ്ടല്ല നമുക്ക് നമ്മുടെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെയോ നമുക്കില്ലാതെ പോയിരുന്നത് തിരിച്ചറിവാണ്, സ്വത്വബോധം എന്ന് പറയുന്നതിനെ. സ്വത്വബോധം ഇല്ലാതിരുന്നത് കൊണ്ട്, ഐക്യമില്ലാതിരുന്നത് കൊണ്ട്, ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ, ഒരു ജനത എന്നുള്ള നിലയിൽ നമുക്കൊരു കോമൺ അജണ്ട ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്കിതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനൊരു അടിസ്ഥാന റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാക്ക് പറയും, അതിന്റെ പേര് പെട്ടെന്ന് വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അതായത് ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ്. നമ്മള് വലിയ നല്ലവരങ്ങ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമുക്ക് നേരെ തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പർട്ടിക്കുലർ വിഭാഗം വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കയറി വരുവാണ്. ലോകം മുഴുവൻ തങ്ങളുടെ കീഴിലാക്കണം എന്നുള്ള ഒരു കൃത്യമായ അജണ്ടയോടുകൂടി കയറി വരുവാണ്.
മറുഭാഗത്ത് ഒരു ജനത നിൽക്കുകയാണ്. ആ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഭൗതികമായ ലക്ഷ്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ആരും സ്വർഗവും നരകവും അന്വേഷിച്ച് ഈ ജീവിതത്തിൽ പരക്കം പായുന്ന ആളുകളല്ല. നമ്മൾ അന്വേഷിക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് മോക്ഷമാണ്. ആ മോക്ഷമാർഗത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഇന്ന് ഒരു വലിയ പുണ്യ ദിവസമാണ്. എന്നെ വേദിയിലേക്ക് വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഗുരുവായൂർ ഏകാദശിയാണ്. ഭഗവത്ഗീത ഭൂമിയില് പിറവിയെടുത്ത ദിവസവും കൂടിയാണ്. അപ്പോ ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് പോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിക്ക് നടക്കുന്നേ. നിങ്ങൾ എന്നെ ആരാധിക്കുന്നുണ്ടോ, എന്നെ ആരാധിക്കുന്നില്ല, ഇതൊന്നും നിങ്ങളുടെ മോക്ഷത്തിലേക്കുള്ള തടസ്സമല്ല. നിങ്ങൾക്കിനി എന്നെ ആരാധിച്ചാണോ മോക്ഷത്തിലേക്ക് പോകേണ്ടത്? നിങ്ങൾ എന്നെ ആരാധിച്ച് മോക്ഷത്തിലേക്ക് വാ. നിങ്ങൾ ഇനി എന്നെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് മോക്ഷത്തിലേക്ക് പോകണോ? നിങ്ങളുടെ കർമ്മം ധർമ്മമാർഗത്തിൽ അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കുന്നേ. നിങ്ങൾ ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കുക മാത്രം ചെയ്ത് നിങ്ങൾ ഒരു ആരാധനയും നിങ്ങൾ ഒരു പൂജയും ചെയ്യാതെ നിങ്ങൾ മോക്ഷത്തിലേക്ക് നടന്നു പോകാനുണ്ടെങ്കിൽ പോകുന്നേ. ഇതാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ കൺസെപ്റ്റിന്റെ വലിപ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തീർത്തൊരു കാര്യമാണ്. പക്ഷേ അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇന്ന് രാവിലെ രശ്മിയോട് പറയുന്നുണ്ടായിരുന്ന ഒരു വിഷയം, ഒരു ആള് ഹിന്ദു മതമൊക്കെ ഉപേക്ഷിച്ചു മറ്റൊരു രീതിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ കുറച്ച് വർഷങ്ങളായി, ഒരു 5-6 വർഷമാവും. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞ കാര്യം, ജഡ്ജി ചതിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരേണ്ടി വന്നത്. ഞാൻ ചോദിച്ചു, ജഡ്ജി ചതിച്ചു, അതെന്താ? ജഡ്ജി RSS സ്വാധീനിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അപ്പൊ RSS സ്വാധീനിക്കാൻ പാടില്ല അല്ലേ ജഡ്ജിയെ? ഇല്ല, പാടില്ല. ജഡ്ജി എന്ന് പറയുന്നത് നിഷ്പക്ഷനായിരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? ഒന്നെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. എന്തോ ജഡ്ജിയെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തു. അപ്പൊ ഞാൻ തിരിച്ചു കുട്ടിയോട് ചോദിച്ചു, മോളെ, ഈ ജഡ്ജി എന്ന് പറയുന്ന ആള് നിഷ്പക്ഷനായിരിക്കണം എന്നാണ് മകള് പറയുന്നത്. അപ്പൊ ജഡ്ജി ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴിപ്പെടാൻ പാടില്ലാത്ത ആളാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ജഡ്ജി ആയിട്ടിരിക്കാനുള്ള യോഗ്യത ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. അപ്പോ എന്നെ ആരാധിക്കുന്നവർക്ക് മാത്രം സ്വർഗം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ജഡ്ജി ആയിട്ടിരിക്കാൻ ഒരാൾക്ക് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വലിപ്പം നിങ്ങൾക്ക് ഉണ്ടാവും. ഭയങ്കര പ്രശ്നം ഉണ്ടായിപ്പോ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോണോന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം എടുത്തുണ്ടായി. ഇത്രമില്ല. അപ്പോ ഈശ്വരൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകുമ്പോ ഈശ്വരൻ ഒരിക്കലും ഈ പറയുന്ന എന്താണ് പുകഴ്ത്തലുകളിലോ അല്ലെങ്കിൽ എന്താണ് ആരാധനകളിലോ ഒന്നും മനം മയങ്ങി വീഴുന്ന ആളാകണമെന്നില്ല. തീർച്ചയായിട്ടും സ്വാധീനിക്കപ്പെടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈശ്വരനെ സംബന്ധിച്ചിടത്തോളവും ഒരു മനുഷ്യൻ, ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ എത്തിയതിനു ശേഷം അയാൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് വളരെയധികം ശ്രദ്ധയോടും ഭക്തിയോടും ഭാവത്തോടും കൂടിയൊക്കെ ആ ഈശ്വരനിൽ അർപ്പിച്ച് അല്ലെങ്കിൽ ആ മൂർത്തിയിൽ അർപ്പിച്ച് തന്റെ കർമ്മം ചെയ്യുകയും ആ കർമ്മത്തിൻ്റെതായ ഗുണങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് വരുത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ അവിടെ പ്രസാദിക്കും. പക്ഷെ അതിന്റെ അർത്ഥം ഇതൊന്നും ചെയ്യാത്തവനെ പിടിച്ച് നരകത്തിലിടുന്നല്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് നരകത്തിലിടും എന്ന് പറയുന്നത് ഈശ്വരന്റെ ഗുണമാകില്ല. അപ്പോ ഗീതയിൽ ആ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതിന്റെ ഫിലോസഫിക്കൽ തലം എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒന്നല്ല. ഇത് ഇന്ന് ഈ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ വന്നുകൂടി വലിയ വിമർശനങ്ങളും വലിയ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ വന്നതിന് ശേഷം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കേവല സ്റ്റാൻഡ് അല്ല. ഇത് എഴുതപ്പെട്ടത് 5000 വർഷങ്ങൾക്ക് മുൻപാണ്. ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പിറവിയെടുത്ത ഒരു ഫിലോസഫിക്കൽ, നമ്മുടെ ഓപ്പൺഹൈമർ, നമ്മുടെ ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഓപ്പൺഹൈമർ ആണ്. ഈ ഓപ്പൺഹൈമറിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിലോസഫിക്കൽ സോങ് ഐ എവർ ഹേർഡ് എന്നാണ്. ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ കേട്ടതിൽ ഏറ്റവും മനോഹരമായ ഫിലോസഫിയാണ് ഭഗവത്ഗീത എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ മണ്ണില് വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ ഗീതയിലെന്ന് പറഞ്ഞത് അല്ലെ.
അതിന്റെ ഒരു വ്യാപ്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ കാലഘട്ടത്തിൽ അത്രയും വലിയൊരു ചിന്ത. നിങ്ങൾ കൃഷ്ണനെ ഈശ്വരൻ എന്നുള്ളതൊക്കെ വിട്ടേക്കും കേട്ടോ. ഞാൻ പറയുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ വ്യാസൻ എന്ന് പറയുന്ന ഒരാളുടെ തൂലികയിൽ നിന്ന് അങ്ങനെ ഒരു ഒരു ഇത്രയും ഡെപ്തിൽ ഒരു കാര്യം ഉണ്ടായി എന്നുണ്ടെങ്കിൽ, ഈ മലയാള ഭാഷ ഒരു 100 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു. 100 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇപ്പൊ മനോരമയിലും മാതൃഭൂമിയിലും ഒന്നും കാണുന്നില്ല. എന്റെ ചെറുതിലെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരുമായിരുന്നു. അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയുടെ ഭാഷ വായിച്ച് മനസ്സിലാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആ ഭാഷ ഒരു പ്രത്യേക തരം മലയാളമാണ്. ഇപ്പൊ രാമൻ രാവണനെ കൊന്നു എന്നുള്ളതിന് അങ്ങനെയൊന്നും അല്ല എഴുതുക. രാവണൻ വധിക്കപ്പെട്ടാൻ രാമൻ കാരണമായി ഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം പ്രത്യേക തരം ഭാഷയാണ്. ഇങ്ങനെയുമല്ല. ഇതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് വായിച്ചാൽ 2-3 തവണ വായിച്ചാൽ മാത്രമേ ഇവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോ ഈ മലയാള ഭാഷ ഇന്ന് കാണുന്ന രീതിയിൽ സംസ്കരിക്കപ്പെടുകയും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ഇത്രയും സിമ്പിളായി ഉപയോഗിക്കപ്പെടാനും തുടങ്ങിയിട്ട് 100 വർഷങ്ങൾ പോലും ആയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആരാ മലയാള ഭാഷയുടെ പിതാവ്? എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരേണ്ട ആളല്ല, അല്ലേ? 4-5 നൂറ്റാണ്ടുകൾ മാത്രമല്ലേ ആവുള്ളൂ, അല്ലേ? അദ്ദേഹം ഇവിടെ ജനിച്ചതിന് ശേഷം. അപ്പൊ അദ്ദേഹം ജനിച്ചതിന് ശേഷം, ചെറുശ്ശേരിക്ക് ശേഷം ഒക്കെയാണ് കൃഷ്ണഗാഥയും രാമായണം കിളിപ്പാട്ടും ഒക്കെ വന്നതിന് ശേഷമാണ് ആധുനിക മലയാള ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ തന്നെ ഇവിടെ മര്യാദയ്ക്ക് രൂപപ്പെട്ടു വന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു? ഇന്ന് കാണുന്ന മലയാള ലിപികൾ പോലും നേരെയില്ല, വട്ടെഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തന്നെ പോയാൽ മതി, കാണാൻ കഴിയും. അവിടെ അമ്പാടി കൃഷ്ണനുണ്ട്. ആ കൃഷ്ണന്റെ ചുറ്റും ചുവർച്ചിത്രങ്ങളുണ്ട്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ചുവർച്ചിത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ചുവർച്ചിത്രങ്ങളിലൂടെ നിങ്ങൾ കറങ്ങി വരുമ്പോൾ ഇടതുവശത്തായിട്ട്, ആ ശ്രീകോവിലിന്റെ തന്നെ ഇടതുവശത്തായിട്ട് ഒരു ഫലകത്തിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ കറന്നിറങ്ങി വരച്ചു കുറിച്ച്, നമ്മളെ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന പോലെ വരച്ചു കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് 7-ാം നൂറ്റാണ്ടിലെ 8-ാം നൂറ്റാണ്ടിലെ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിന്റെ ഫലകത്തിന്റെ പഴക്കം വെച്ച് നോക്കുന്ന സമയത്ത്, ആ എഴുത്തിന്റെ പഴക്കവും വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അതെന്താണെന്ന് പൂർണ്ണമായിട്ട് ഇന്നും വായിക്കാൻ സാധിച്ചിട്ടില്ല. വട്ടെഴുത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇടയിലുള്ള ഈ മലയാള ഭാഷ ഇന്ന് കാണുന്ന പോലെ രൂപപ്പെട്ടിട്ട് 100 വർഷമോ 500 വർഷമോ 1000 വർഷത്തിനകത്തുള്ള പഴക്കം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ഒരിടത്തൊരു ഭാഷ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകണം? ഒരു ഭാഷ നല്ല രീതിയിൽ രൂപപ്പെടണമെങ്കിൽ എന്തുണ്ടാകണം? ഇപ്പൊ നമ്മുടെ കുറച്ച് കുട്ടികളിലൂടെ കളിക്കുന്നുണ്ട്, അല്ലെ? ഈ കുട്ടികൾക്ക് എപ്പോഴാ ഭാഷ ഉറച്ചിട്ടുണ്ടാവുക? ഭാഷ ഉറച്ചു എന്ന് നമ്മൾ എപ്പോഴാ പറയുക? ഇപ്പൊ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് അങ്ങോട്ട് പോണു, ഇങ്ങു വന്നു, അത് വന്നു, ഇത് വന്നു, ഇത് ഇങ്ങനെ കുറെ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടായിരിക്കും അവര് സംസാരിക്കുക. അവര് വളരെ കൃത്യമായി ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു 6 വയസ്സൊക്കെ എത്തുമ്പോൾ മാത്രമായിരിക്കും അവരൊരു സെന്റൻസ് കൃത്യമായിട്ട് ഫ്രെയിം ചെയ്യാം. അത് എല്ലാ സെന്റൻസും കൃത്യമായിട്ടൊന്നും ഫ്രെയിം ചെയ്യുന്നുണ്ടാവില്ല. അവർക്ക് അറിയാവുന്നത് പോലെയൊക്കെ ഫ്രെയിം ചെയ്ത് പറയുന്നത്. അപ്പോ ഒരു സെന്റൻസ് ഫ്രെയിം ആവണമെങ്കിൽ എന്തുണ്ടാവണം? ഒരു സെന്റൻസ്, ഒരു വാക്യം ഉണ്ടാക്കണമെങ്കിൽ വ്യാകരണം ഉണ്ടാവണം, അല്ലെ? വ്യാകരണം ഉറക്കണം. വ്യാകരണം ഉറച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറയുള്ളൂ? ആ കുട്ടിയിൽ ഭാഷ ഉറച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഭാഷ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയ്ക്ക് എന്തുണ്ടാകണം? വ്യാകരണം ഉണ്ടാകണം. ഇല്ലെങ്കിലോ നമ്മുടെ ബാഹുബലിയിലെ കാലകേയന്മാര് സംസാരിക്കുന്ന പോലെ തിസ്ത എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകൾ മാത്രമായിട്ടായിരിക്കും ആ ഭാഷ ഉണ്ടാകുക. അത് പുരോഗമിച്ച ഒരു ജനതയുടെ ലക്ഷണമല്ല, പുരോഗമിക്കാത്ത ഒരു ജനതയുടെ ലക്ഷണമാണ്. അപ്പോ ഒരു ജനത പുരോഗമിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നല്ല ഭാഷ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു നല്ല ഭാഷ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ലിപി ഉണ്ടാവുള്ളൂ ആ ഭാഷ. ഇല്ലെങ്കിൽ ഭാഷയ്ക്ക് ലിപിയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ പണ്ട് ഗുഹാ മനുഷ്യരൊക്കെ ചെയ്തിരുന്നത് പോലെ ഗുഹാമുഖങ്ങളിലെ ചില ചിത്രങ്ങളൊക്കെ വരച്ച് അവര് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന സാഹചര്യം. അപ്പോ ഭാഷയുണ്ടാവണം, ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാകണം, ആ വ്യാകരണമുള്ള ഭാഷയ്ക്ക് ലിപി ഉണ്ടാകണം. ഇത് 3ഉം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അവിടെ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാവും. ഇല്ലാത്തയിടത്ത് സാഹിത്യ സൃഷ്ടി ഉണ്ടാവുമോ? ഇല്ല. നിങ്ങള് ആമസോൺ വനാന്തരങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇത്രയും പ്രിമിറ്റീവായ മനുഷ്യർ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഒരു നല്ല സാഹിത്യ സൃഷ്ടി കാണിച്ചു തരാൻ സാധിക്കും? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യൻ ബൗദ്ധികമായി പുരോഗമിച്ചിട്ടില്ല. അപ്പൊ ബൗദ്ധികമായി പുരോഗമിച്ച ഇടത്ത് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന നൂറ്റാണ്ട് ഏതാണ്, സഹസ്രാബ്ദം ഏതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും.
നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നിങ്ങൾ രാമായണത്തില് ഹനുമാൻ കടൽ കടന്ന് ചാടിപ്പോയതും അപ്പുറത്ത് പോയി ലങ്ക ചുട്ടരിച്ചതും വാലി തീ കൊളുത്തിയതും അതിനകത്തുള്ള അത്ഭുതങ്ങളെ മുഴുവൻ നിങ്ങളങ്ങ് വിട്ടേക്കുക. ഇത് എഴുതപ്പെട്ട കാലഘട്ടം ഏതാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അറിയോ ആർക്കെങ്കിലും? അപ്പോ ഏതോ കാലഘട്ടത്തില് അത്രയേറെ പുരോഗമിച്ച ഒരു ജനത, അത്രയേറെ ബൗദ്ധികമായ ഔന്നത്യം സംഭവിച്ച ഒരു ജനത നമ്മുടെ ഈ ഭാരത മണ്ണിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ നേർസാക്ഷ്യങ്ങളാണ് രാമായണവും മഹാഭാരതവും. അത് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും തുക്കട ഭാഷയിലാണ്? അല്ല, സംസ്കൃതത്തിലാണ്. ഈ സംസ്കൃതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? ലോകത്ത് ഏറ്റവും അധികം പദസമ്പത്തുള്ള ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. സംസ്കൃതത്തിന്റെ പദസമ്പത്ത് എത്രയാണെന്നറിയാമോ? മലയാളത്തിന്റെ പദസമ്പത്ത്, ഇംഗ്ലീഷിന്റെ പദസമ്പത്ത് 5-6 ലക്ഷമാണ്. പ്രാകൃത അറബിക്കാണ് ഏറ്റവും നമുക്ക് ഇന്ന് അറിയാവുന്നതിൽ മുമ്പിൽ നിൽക്കുന്നത്. 28 ലക്ഷം 30 ലക്ഷം എന്തോ വരും, 3 മില്യൺ എന്തോ വരും. സംസ്കൃതത്തിന്റെ എത്രയാണെന്ന് അറിയാമോ? ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ആഴത്തിൽ പോയി കഴിഞ്ഞാല് അത് 10 കോടി 12 കോടി എന്നൊക്കെ പറഞ്ഞ് കാണും. 28 ലക്ഷവും 6 ലക്ഷവും ഒക്കെ ഇവിടെ കിടക്കുന്നു, 12 കോടി ഇവിടെ കിടക്കുന്നു എന്ന് ആലോചിച്ചു. അപ്പൊ ഈ 12 കോടി പദസമ്പത്തുള്ള ഒരു ഭാഷ കാലഘട്ടം നിർണയിക്കാനാകാത്ത ഒരു സമയത്ത് 24,000 ശ്ലോകങ്ങളോട് കൂടിയ വാൽമീകി രാമായണം, 1.25 ലക്ഷം ശ്ലോകങ്ങളോട് കൂടിയ മഹാഭാരതം, ഇതൊക്കെ ഈ മണ്ണിൽ പിറവിയെടുക്കുന്ന കാലഘട്ടത്തില് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നാടിന്റെ ബൗദ്ധികമായ ഔന്നത്യം എത്രയായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ വെറുതെ എന്തെങ്കിലും മറ്റേ ബാലമംഗളത്തില് ഡിങ്കം കഥ എഴുതി കൂട്ടുന്ന പോലെ എഴുതിയിരിക്കുന്നതാണ്. കബീഷ് വാല് നീട്ടി എന്ന് പറയുന്ന പോലെ വെറുതെ എഴുതി കൂട്ടിയിരിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ ഫിലോസഫിക്കൽ ഡെപ്ത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വല്ല ധാരണയുണ്ട്. ഇപ്പൊ കുറച്ച് ആളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ എൻ്റെ പേര് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ആ സമ്മേളനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ PC ജോർജ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വലിയ സമ്മേളനമായിരുന്നു. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ആ വിവാദങ്ങൾ മാത്രമല്ല, അവിടെ ഒരു 10-16 നല്ല ഉഗ്രൻ സെഷൻസ് അവിടെ നടന്നിട്ടുണ്ട്. വളരെ ചെറുപ്പക്കാരായ കുട്ടികൾ വന്ന് അവിടെ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു കുട്ടി, ഒരു പയ്യൻ, 24-25 വയസ്സേ ഉള്ളൂ, കോഴിക്കോടുള്ള പയ്യനാണ്, കൃഷ്ണപ്രസാദ്. അവൻ എഴുന്നേറ്റ് ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മൾ രാമരാജ്യമല്ല സൃഷ്ടിക്കേണ്ടത്, കൃഷ്ണരാജ്യമല്ലേ സൃഷ്ടിക്കേണ്ടത്? അവൻ ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം കലിയുഗത്തിലേക്ക് എത്തുമ്പോൾ അധർമ്മം വളരെ കൂടുതലാണ്. ദ്വാപര യുഗത്തിൽ തന്നെ കൃഷ്ണന്റെ തന്ത്രങ്ങളാണ് വിജയം കണ്ടത്. അപ്പോൾ നമ്മൾ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്കല്ല, കൃഷ്ണരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് പോകണ്ടേ എന്നൊരു സംശയം ചോദിച്ചു. അവിടെ കുറച്ച് സംസാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. അപ്പോ സെഷൻ എടുക്കാൻ കയറ്റിയത് വളരെ കൊച്ചൊരു പയ്യനെയാണ്. അന്ന് അവൻ 23 വയസ്സേ ഉള്ളൂ. അപ്പൊ അവനും പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ കൃഷ്ണനെ തള്ളി പറഞ്ഞാൽ ശരിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവനും ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായി. എന്തായാലും ശംഖു അവിടെ ഉണ്ടായിരുന്നു. ശംഖുവിനെ ആർക്കും മലപ്പുറത്താർക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പൊ ശംഖു വളരെ ഭംഗിയായിട്ട് അതിനൊക്കെ മറുപടി പറഞ്ഞ്, അതിനകത്ത് വേറെയും കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, മറുപടി പറഞ്ഞു പോകുന്നു. ശംഖുവിന്റെ ബൗദ്ധിക നിലവാരം എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ സംഘാടകനായതുകൊണ്ട് തന്നെ ഞാൻ വളരെ മിണ്ടാതിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കൃഷ്ണപ്രസാദിനോട് പറഞ്ഞു, മോനെ, എന്റെ കാഴ്ചപ്പാടില് രാമരാജ്യമാണ് ശരി, കൃഷ്ണരാജ്യം അല്ല. കാരണം രാമൻ രാജാവായിരുന്നു, കൃഷ്ണൻ രാജാവായിരുന്നില്ല. ഒന്ന്, രാമൻ എന്ന് പറയുന്നയാള് ഒരു നേർരേഖയാണ്. ഒരു വര വരച്ചിട്ടാൽ അതിലൂടെ മാത്രം പോകുന്ന ഒരാളാണ് രാമൻ. കൃഷ്ണൻ ആ വരയിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജിയാണ്. അപ്പൊ പോളിസി നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ആ പോളിസിക്ക് കലർപ്പുണ്ടാകാനോ മറ്റൊരാൾക്ക് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുവാനോ പറ്റരുത്. ഇപ്പൊ രാമായണത്തിലെ കഥാപാത്രങ്ങളെ നിങ്ങൾ എടുക്കാം. ഈ രാമായണത്തിലെ കഥാപാത്രങ്ങളും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാല് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിലെ കഥാപാത്രങ്ങൾ വളരെ പ്രിഡിക്റ്റബിളാണ്. അവരെന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം. ഉദാഹരണം, ദശരഥൻ കാട്ടിൽ പോവാൻ പറയുന്നതിന് മുമ്പേ രാമൻ കാട്ടിലെത്തും. രാമൻ ലക്ഷ്മണനോട് പറയാണ്, എടാ നീ കിണറ്റിച്ചാട് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കിണറ്റിൽ വീണ ശബ്ദമായിരിക്കും നമ്മൾ കേൾക്കുക. ഒരു സംശയമില്ല അതിനകത്ത്. ഭരതൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പൊ രാമായണത്തിലെ കഥാപാത്രങ്ങൾ ഒരു നേർവര വരച്ചതുപോലെയാണ് എപ്പോഴും പെരുമാറുന്നത്. എന്നാൽ മഹാഭാരതത്തിലേത് അങ്ങനെയല്ല. ഇപ്പൊ ഭീമനോട് കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ
യുധിഷ്ഠിരൻ പറഞ്ഞാൽ ഭീമൻ ചാടുവോ ചാടില്ലേ എന്ന് വെച്ചാൽ ചാടും. പക്ഷേ യുധിഷ്ഠിരനെ 10 പറഞ്ഞിട്ടേ ചാടും. താൻ ഒരുത്തം കാരണമാണ് ഞങ്ങൾ 12 വർഷം കാട്ടിപ്പോയി കിടക്കുന്നത്, തന്നെ ഒരു ഒടുക്കത്തെ ചൂതുകളി, തന്നോട് അന്നേ ഞാൻ പറഞ്ഞാണ് ഈ ആവശ്യമില്ലാത്ത വൃത്തിയിട്ട കളിയായിട്ട് ഇറങ്ങി നടക്കരുതെന്ന്, എനിക്കിപ്പോ സമാധാനം ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് 10 പറയും. പറയുന്നതിന് കാരണമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭീമൻ ഒരാള് മതി 101 കൗരവരെ തച്ചു കൊല്ലാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും കരുത്തനാണ്. ദുര്യോധനെ തുടക്കടിച്ച് വീഴ്ത്തേണ്ടെന്ന ആവശ്യമൊന്നും ഭീമൻ ഇല്ലായിരുന്നു. അവസാന നിമിഷം യുദ്ധം തീരാറാവുന്ന സമയത്ത് ഗാന്ധാരി കൊടുക്കുന്ന ആ ഒരു വരം ഉണ്ടല്ലോ, കണ്ണഴിച്ചിട്ട് കെട്ടഴിച്ചിട്ട് നോക്കുകയും ആ തുടയ പ്രദേശം മാത്രം കാണാതെ പോവുകയും ചെയ്യുന്നത് കൊണ്ട് അവിടെ മാത്രം വീക്ക് പോയിന്റ് ആയിട്ട് അവശേഷിക്കുന്നുകൊണ്ടാണ്. അല്ലാണ്ട് ഭീമനെതിരെ നിൽക്കാനുള്ള കരുത്തൊന്നും ദുര്യോധനനില്ല. ഭീമന്റെ ഒറ്റയടിക്ക് തീരാനേ ഉള്ളൂ ദുര്യോധനൻ. കാരണം ഭഗനെ, ഹിഡിംബനെ, ജരാസന്ധനെ, ദുര്യോധനൊന്നും നോക്കാൻ പോലും ഭയമുള്ള കീചകനെ, ഇവരെ എല്ലാവരെയും വളർത്തി അടിച്ചവനാണ് വായുപുത്രൻ. ആ വായുപുത്രന് ദുര്യോധനൊരു എതിരാളിയൊന്നും ആയിരുന്നില്ല. ഈ 100 കൗരവരെയും കൊന്നവനാണ് ഭീമൻ. അതുപോലെ തന്നെ അർജുനൻ. ഈ അർജുനൻ എന്ന് പറയുന്നത്, അർജുനൻ എന്താ അത്ര നിസ്സാരനാണ്. അർജുനനേക്കാളും മഹത്വം കർണന് കുറെ ആൾക്കാർ കൊടുക്കുന്നത് കാണാം. ഏത് വകയിലാണെന്ന് എനിക്കറിയില്ല. കർണൻ എന്ന അർജുനനൊപ്പം പിടിച്ചിരുന്നത് ദ്രുപദ സദസ്സില് ദ്രൗപദിയുമായിട്ട് പാണ്ഡവര് പോകാൻ തുടങ്ങുമ്പോ കർണനാണ് ചാടി മുന്നിലിറങ്ങുന്നത്. എന്തിനാണ്? ഇപ്പൊ ഞാൻ തടഞ്ഞിടും എന്നൊക്കെ പറഞ്ഞ് രാജാക്കന്മാരെ ഇളക്കി വിട്ടിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരു തൂണ് പറിച്ചെടുത്ത ഭീമനും ധനുർധാരിയായ അർജുനനും, ഇവര് 2 പേര് മുന്നിൽ നിന്നപ്പോ കർണൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പിന്നത്തേക്കാകാം എന്ന് പറഞ്ഞ് അവിടെ നിസ്കൂട്ടായ ആളാണ് കർണൻ. വിരാട രാജ്യത്ത് ബൃഹന്തള വേഷം കെട്ടി, ആണും പെണ്ണും അല്ലാത്ത വേഷം കെട്ടി വന്ന അർജുനന് മുന്നില് എന്താണ് ശല്യരും ഈ പറയുന്ന കൃപരും ദുര്യോധനനും അർജുനനും കർണനും ഒക്കെ അടങ്ങുന്ന കൗരവസേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. അർജുനൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഭീമ പോലുമില്ല. അർജുനൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ അർജുനനെയാണ് പിടിച്ച് കർണന്റെ താഴെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ശ്രമിക്കുന്നത്. അപ്പോ ഈ അർജുനനും ഭീമനും എന്ന് പറയുന്നത് ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം അവിടെ ബന്ധനസ്ഥരാണ്. എന്താണ്? ജ്യേഷ്ഠന് കൊടുത്ത വാക്ക് എന്നുള്ളത്. പക്ഷേ അവര് രാമായണത്തിലെ ലക്ഷ്മണനെയും ഭരതനെയും പോലെയുള്ള ശരി ജ്യേഷ്ഠ എന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡ് അവരെയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കുറച്ച് വളഞ്ഞു പുളഞ്ഞൊക്കെ പോയിട്ട് മാത്രമേ അവർ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയുള്ളൂ. നിങ്ങൾ ഈ മഹാഭാരതത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അത് പറയാതിരുന്നാൽ ശരിയാവില്ല, പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഈ ഭീമനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ വയറും എത്ര കഴിച്ചാലും തീരാത്ത വിശപ്പും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് ഭീമൻ. ഈ ഭീമന് വലിയ കരുത്തുണ്ട്. പക്ഷെ ഈ ഭീമന്റെ മാനസിക വ്യഥകളെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഭീമൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു കോമഡി കഥാപാത്രമാണ്. ടെസ്റ്റ് നടക്കുന്ന ഒരു കോമഡി കഥാപാത്രം. നമ്മുടെ MT വാസുദേവൻ നായർ 2-ാം ഊഴം എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അസാധ്യ കൃതിയാണ്. അതിനകത്ത് നമുക്ക് പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ 2-ാം ഊഴം എന്ന് പറയുന്നത് 300 പേജോളം വരും. അതിനകത്ത് ഭീമന്റെ ആത്മകഥയായിട്ടാണ് 2-ാം ഊഴം എഴുതിയത്. മഹാഭാരത കഥ മുഴുവൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ 2-ാം ഊഴം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും വായിച്ച് തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് 2-ാം ഊഴം എന്ന്. അതായത് എവിടെ പോയിരുന്നാലും ശരി, ഒരു വരി നിന്നാൽ യുധിഷ്ഠിരന്റെ പുറകിൽ 2-ാമൻ ഭീമൻ 2-ാം ഊഴക്കാരനാണ്. നേരെ ഈ അവരുടെ ഒരു ചെറിയ കാലഘട്ടത്തില് വേട്ടയ്ക്ക് പോകുന്ന കാര്യം പറയും. അവര് നായാട്ടിന് പോകും. ഈ നായാട്ടിന് പോകുമ്പോ അർജുനൻ ഒരു മാനിനെ അമ്പെയ്ത് വീഴ്ത്തും. അമ്പെയ്ത് വീഴ്ത്തി കഴിയുമ്പോൾ ഭീഷ്മർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് അർജുനനെ തോളിത്തട്ടി അഭിനന്ദിക്കും. മിടുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വർണ്ണ അമ്പ് സമ്മാനമായിട്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ സാഹചര്യം കൊണ്ട് ഭീമൻ ഒറ്റയ്ക്കായി പോവുകയും ആ സമയത്ത് ഒരു ഒറ്റപ്പന്നി, MT എഴുതിയിരിക്കുന്നുണ്ട്, കാട്ടിൽ ഒറ്റപ്പന്നിയെ വ്യാഘ്രത്തെക്കാൾ കടുവയേക്കാൾ ഭയപ്പെടണമെന്നാണ്. ആ കടുവയെ ഒറ്റ കുന്തം കൊണ്ടാണ് ഭീമൻ വീഴ്ത്തുന്നത്. കടുവയേക്കാൾ ഭയപ്പെടേണ്ട ഒറ്റപ്പന്നിയെ കുന്തം കൊണ്ടാണ് ഭീമൻ വീഴ്ത്തുന്നത്. അപ്പോ യുധിഷ്ഠിരൻ വന്നിട്ട് മന്ദ നീ എന്താ കാണിച്ചത് എന്ന് പറഞ്ഞ് ശകാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോ ഭീമൻ സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്താണ് അർജുനന് സ്വർണ്ണ അമ്പ് കൊടുത്തു, എന്താണ് ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞു, ആദ്യത്തെ ഇരയെ വീഴ്ത്തിയതിന്. പക്ഷെ തനിക്ക് കിട്ടുന്നത് ഇതാണ്. അപ്പോ ഈ പറയുന്ന അപ്രീസിയേഷൻ ലഭിക്കുന്നതിനകത്ത് എപ്പോഴും ആരുടെ പുറകിലായി പോകുന്നുണ്ട്? അർജുനന്റെ പുറകിലായി പോകുന്നു. ഇനി നേരെ ഗുരുവിന്റെ അടുത്തേക്ക് എത്തുമ്പോ, ദുര്യോധനന്റെ അടുത്തേക്ക് എത്തുമ്പോ അവിടെ ബലരാമന്റെ അടുത്ത് എത്തുമ്പോ ബലരാമൻ ഇഷ്ടം ദുര്യോധനനെ. ബലരാമന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ ദുര്യോധനാണ്, ഭീമനല്ല. ഭീമൻ അവിടെയും 2-ാം ഊഴക്കാരനായി പോകും.
ഇനി ദ്രൗപദിയുടെ അടുത്ത് എത്തുമ്പോ വളരെ രസകരം നമുക്ക് തോന്നും. പക്ഷെ ദ്രൗപദിയോട് ഭീമനുള്ള പ്രണയത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ? കല്യാണ സൗഗന്ധിയൊക്കെ പറിക്കാൻ വേണ്ടി പോയതും കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും എല്ലാം നമുക്കറിയാം. ആ ദ്രൗപദിയുടെ അടുത്ത് ഈ പാണ്ഡവർക്ക് ഓരോ വർഷം തോറുമാണ് അവരുടെ ഊഴം. ഇപ്പൊ 2ാം ഊഴമാണ് അവിടെ യുധിഷ്ഠിരന് ശേഷം എന്നുള്ളത്. അപ്പോ ദ്രൗപദിയുടെ അടുത്ത് ഭീമന്റെ ഊഴം തുടങ്ങുന്ന ദിവസം അർജുനൻ അതുവരെ കറങ്ങാനൊക്കെ പോയിക്കുകയാണ്. അന്നാണ് അർജുനൻ തിരിച്ചു വരുന്നത്. അപ്പൊ ഭീമൻ ദ്രൗപദിയുടെ ശയ്യാഗ്രഹത്തിലേക്ക് കയറി പോകുമ്പോൾ ദ്രൗപദി കണ്ണടച്ചിട്ട് സംസാരിക്കുന്നത് ഭീമനോടല്ല, പകരം അർജുനനോട് എന്ന പോലെയാണ് സംസാരിക്കുന്നത്. അവിടെ ഭീമൻ ഉണ്ടാകുന്ന മാനസികമായ വ്യഥയുണ്ട്. ഇനി വേറൊരു സംഭവം, ഈ ഗന്ധമാന പർവ്വതം ഇവര് കയറാൻ പോകും. ഈ ഗന്ധമാന പർവ്വതം കയറാൻ പോകുന്ന സമയത്ത് തലേ ദിവസം വലിയ മഴയൊക്കെ പെയ്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ചെങ്കുത്തായ വഴിയാണ്. അപ്പൊ കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവരെല്ലാരും തോളിലെടുത്ത് ചുമന്ന് കയറ്റേണ്ട ഉത്തരവാദിത്വം ഭീമനാണ്. അപ്പൊ അതിനിടയിൽ ദ്രൗപദി മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യും. അപ്പൊ ഈ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ആളെയും കൂടെ ചേർത്ത് മറ്റുള്ളവരെടുത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭീമൻ നോക്കുമ്പോ ഒരു കൂട്ടം ആദിവാസികൾ ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പൊ അദ്ദേഹം ഓടിച്ചെന്ന് അവരുടെ മുന്നിൽ ചെല്ലും. ഒരു കൊച്ചുകുട്ടി, ഒരു 10-12 വയസ്സ് വരും, 16 വയസ്സിനകത്ത് വരും, ഒരു കുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ കുട്ടിയോട് പോയിട്ട് പറയും, എന്താണ്, ഇങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീ മോഹാലസ്യപ്പെട്ട് വീണ് പോയി. ആർക്ക് അറിയാവുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കും. അപ്പൊ ആ കുട്ടി പെട്ടെന്ന് തന്നെ പുറകെ നിൽക്കുന്ന ആൾക്കാരോട് നിർദ്ദേശം കൊടുക്കുന്നതാണ്, ഓടിപ്പോകൂ, പോയിട്ട് എന്തൊക്കെയോ എടുത്തുകൊണ്ട് വരാൻ പറയും. ഇവര് പോയി പെട്ടെന്ന് ഒരു കട്ടില് പെട്ടെന്ന് അവരങ്ങ് ഉണ്ടാക്കുകയാണ്, കാട്ടുവള്ളിയും കമ്പും ഒക്കെ ചേർത്തിട്ട്. അങ്ങനെ ദ്രൗപദിയെ ചുമന്ന് മുകളിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കാട്ടാളരാദിവാസികൾ അങ്ങ് നടന്നു പോകുമ്പോൾ അവരുടെ പിറകെ ഭീമൻ ഓടും. പക്ഷെ അവരോട് നന്ദി പറഞ്ഞില്ല. ഓടിച്ചെന്ന് അവരെ പിടിച്ചു നിർത്തിയിട്ട് നന്ദി പറയും. എന്താണ്, ഞങ്ങൾ പാണ്ഡവരാണ്, ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരാണ്. ഞാൻ പാണ്ഡവരിൽ 2ാമനായ ഭീമസേനനാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാലം വന്നു എന്നറിഞ്ഞാൽ നിങ്ങൾ വരണം, തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരും. അപ്പൊ മുന്നിൽ നിൽക്കുന്ന ആ പയ്യൻ കയ്യിലുള്ള ഭാണ്ഡക്കെട്ടും ആയുധങ്ങളും ഒക്കെ താഴെ ഇട്ടതിന് ശേഷം പ്രണമിച്ചിട്ട് പറയും, ഞാൻ പാണ്ഡവരിൽ 2ാമനായ ഭീമസേനന്റെ പുത്രൻ ഘടോത്കചൻ. സ്വന്തം മകനാണ് മുന്നിൽ നിൽക്കുന്നത്. ഭീമൻ തിരിച്ചറിയുന്നില്ല. ആദ്യമായിട്ട് കാണുകയാണ് മകനെ. നിങ്ങൾ ആ കഥാപാത്രത്തിന്റെ ഡെപ്ത് ഒന്ന് ചിന്തിച്ചു നോക്കും. ഭീമൻ എന്ന് പറയുന്ന കേവലം നമ്മൾ ചിരിച്ചു കളയുന്ന ഒരു കഥാപാത്രത്തിന്റെ ഡെപ്ത് എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. വ്യാസൻ എഴുതി വെച്ചത് ഏത് കാലഘട്ടത്തിലാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഗീതാകാരനായ കൃഷ്ണനിലേക്ക് പോയത്. കൃഷ്ണന്റെ അലകളും ചുഴികളും നമുക്ക് എന്താണെന്ന് എങ്ങനെ അറിയാം? എന്നോട് ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്താണ്, ഘടോത്കചൻ ട്രൈബൽ ആയതുകൊണ്ട്, വനവാസി ആയതുകൊണ്ടാണ് കൃഷ്ണൻ കൊന്നത്, ഇല്ലെങ്കിൽ കൊല്ലില്ലായിരുന്നു. ഞാൻ തിരിച്ചു ചോദിച്ചു, ദ്രോണര് പിന്നെന്താ OBC ആയിരുന്നു? ഭീഷ്മരാരായിരുന്നു? SC/ST ആയിരുന്നു? എനിക്കറിയില്ല. സ്വന്തം ചോരയായ അഭിമന്യു ആരായിരുന്നു? നിങ്ങൾ ഇതിലൊക്കെ ജാതി കണ്ടെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ദ്രോണരെ കൊന്നു, ക്ഷത്രിയനായ ദുര്യോധനെ കൊന്നു. ഒരു മടിയില്ലാതെ അല്ലേ ബ്രാഹ്മണനായ ദ്രോണരെ കഴുത്തർത്ത് കൊന്നു. അതുപോലെ വൃത്തികെട്ട രീതിയിൽ മഹാഭാരതത്തിൽ വേറെ ഒരു കഥാപാത്രത്തിനെ ആരും കൊന്നിട്ടില്ലെന്നേ. ദ്രോണരെ കഴുത്തറുത്താണ് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാന് അവിടെ കൃഷ്ണൻ ഉണ്ടാക്കി. കൃഷ്ണന്റെ പുറത്ത് അനാവശ്യമായിട്ട് ജാതി കൊണ്ടുവന്ന ആരോപണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ പച്ചയിറച്ച് ചുട്ടു തിന്നണം എന്ന് ഈ പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന പുരോഗമനത്തിന്റെ ഈറ്റില്ലെന്ന് വിളിക്കുന്ന യൂറോപ്പിലുള്ള ആൾക്കാര് പഠിച്ചത് ഈ അടുത്ത കാലഘട്ടത്തിലൂടെയോ ആണ്. അപ്പോഴാണ് മനുഷ്യന് ഭാഷയില്ലാത്ത, ലിപി ഇല്ലാത്ത ഏതോ കാലഘട്ടത്തിൽ ഇത്രയും വലിയ ഫിലോസഫിക്കൽ സംഭവങ്ങള് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നതും നമ്മുടെ നാട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ഉണ്ടാകേണ്ടത് ആ രാമരാജ്യമാണ്. കാരണം രാമൻ വളരെ സ്ട്രൈറ്റ് ആണ്, കൃഷ്ണൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. ആ സ്ട്രൈറ്റ്നെസ്സിലേക്കുള്ള, കൃഷ്ണൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ, എനിക്ക് ആ ലക്ഷ്യമാണ് പ്രധാനം, ഞാൻ അതിലേക്കുള്ള മാർഗം മാത്രമാണ്. അപ്പോ ആ മാർഗം നമ്മുടെ പോളിസി ആകാൻ പറ്റില്ല. മാർഗം ഒരിക്കലും നമ്മുടെ പോളിസി അല്ല. ആ മാർഗത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ചിലപ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ പോളിസി എന്ന് പറയുന്നത് ശ്രീരാമനെ പോലെ തന്നെ അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വരയാണ്. അതിന് വളവുകളോ തിരിവുകളോ അലകളോ ചുഴികളോ ഒന്നും തന്നെ ഇല്ല. അപ്പോ ഭാരതം വിശ്വഗുരുവിന്റെ സിംഹാസനത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോ ഭാരതം എന്താകണം? രാമരാജ്യമായിരിക്കണം ഭാരതം പോളിസി വൈസ്, അല്ലെ? അതിന് സാമ്പത്തികം മാത്രം ഉണ്ടായാൽ പോരാ. സാമ്പത്തികം മാത്രം ഉണ്ടായെങ്കിൽ നമുക്ക് അമേരിക്കയെ വിശ്വഗുരു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല.
യൂറോപ്പിനെ വിശ്വഗുരു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഉണ്ടാക്കിയ ആൾക്കാരാണ് ബ്രിട്ടീഷുകാർ, അല്ലേ? എന്താ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയുന്നത്? അറിയോ എന്താണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിളിക്കുന്നത്? കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ എവിടെയെങ്കിലും ഒരു സമയത്ത് പകലായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ പകലായിരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ രാത്രി, അമേരിക്കയിൽ പകലായിരിക്കുന്ന സമയത്ത് ഇവിടെ രാത്രിയായിരിക്കും. ബ്രിട്ടീഷ് കോളനി ഈ ലോകം മുഴുവൻ, നമ്മുടെ ഗ്ലോബ് മുഴുവൻ പരന്നു കിടക്കുക. അപ്പൊ എവിടെയെങ്കിലും ഒരു സമയത്തെങ്കിലും പകലായിരിക്കും എന്നുള്ളതാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് വിളിക്കപ്പെടുന്നത്. ഇത് അത്ര വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തന്നെ കുറച്ച് ദിവസം മുമ്പത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാൾ എന്താണ് കളവ് മുതലെടുത്ത് തലയിൽ വെച്ചിട്ട് അഭിമാനം എന്നും പറഞ്ഞു നടക്കുന്നത്. ആര്? ബ്രിട്ടീഷ് രാജ്ഞിയാണ്. ഇവിടുന്ന് കൊണ്ടുപോയ കോഹിനൂർ രത്നത്തിന് എടുത്ത് വെച്ചോണ്ട് കിടക്കണം. കളവ് മുതലാണ്, മോഷ്ടിച്ചോണ്ട് പോയതാണ് നമ്മുടെ തൊഴിലാളി. അതിനെ എടുത്ത് അലങ്കാരമാക്കി വെച്ചോണ്ട് കിടക്കണം. ഇവരെ നമുക്ക് വിശ്വഗുരുവായിട്ട് പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല. പിന്നെ ആരെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്? സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് എഴുതാനും വായിക്കാനും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്ത ചൈനയാണോ വിശ്വഗുരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടത്? ഇവർക്കൊക്കെ കുറെ സമ്പത്ത് പറ്റുന്നുണ്ടാവും, പക്ഷേ ആ ക്വാളിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ കോവിഡ് വന്നു, അല്ലെ? കോവിഡ് വന്ന സമയത്ത് നമ്മൾ എല്ലാവരും വാക്സിനൊക്കെ എടുത്തു. നമ്മൾ പലരും പത്രത്തിലും ടിവിയിലും വാർത്തയിലും ഒക്കെ നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടും ഉണ്ടാവും. എന്താണ്? ഒരു രാജ്യത്തെ 70% ആൾക്കാർക്ക് 80% ആൾക്കാർക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യം സ്വാഭാവികമായ ഒരു ഇൻഹെറിറ്റൻസ് ആ രാജ്യത്തിന് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ നമ്മുടെ ചർച്ച മുഴുവൻ എങ്ങനെ 100% ആൾക്കാർക്ക് കൊടുക്കും, 80%ത്തിലേക്ക് എപ്പോൾ എത്താൻ പറ്റും, 50% എപ്പോൾ കടക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു. നമ്മൾ കൊടുത്തു. ഏതാണ്ട് 90-95% ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുത്തു. പക്ഷേ ആഫ്രിക്കയിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ മൊത്തത്തിലുള്ള ടാർഗറ്റ് എന്നാൽ 40% മറ്റൊന്നായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. 20% കൊടുക്കാൻ പറ്റിയാൽ മതി എന്ന് പറഞ്ഞ രാജ്യങ്ങൾ എവിടെയുണ്ട്? 20%. 20ഉം വേണ്ട. ഫ്രണ്ട് എൻഡ് വാരിയേഴ്സിന്, നമ്മൾ ഫ്രണ്ട് എൻഡ് വാരിയേഴ്സ് എന്ന് വിളിച്ച ഡോക്ടേഴ്സ്, നഴ്സസ്, മെഡിക്കൽ ഉദ്യോഗസ്ഥര്, പോലീസുകാരില്ലേ, ഇവർക്കെങ്കിലും ഒന്ന് കൊടുക്കാനുള്ള വാക്സിൻ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന് പറയുന്ന രാജ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് വാക്സിൻ ഇറക്കിയിട്ട് പേറ്റന്റും വെച്ചിട്ട് വലിയ വിലയ്ക്ക് അത് വിൽക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. UN ഒരേ ഒരു രാജ്യം മാത്രമാണ് എതിർത്ത് സംസാരിച്ചത്. ഇതിന് പേറ്റന്റ് അനുവദിക്കാൻ പറ്റില്ല, ഇത് മനുഷ്യരാശിയുടെ ജീവന്റെ പ്രശ്നമാണ്, വിലയുടെ പ്രശ്നമല്ല. എത്ര ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഭാരതം വാക്സിൻ ഡിപ്ലോമസി നടത്തിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പൈസ മേടിക്കാണ്ട്. ആ ഭാരതത്തിന് വിശ്വഗുരു ആകാനുള്ള യോഗ്യതയുണ്ട്. കാരണം നമ്മൾ ലോകത്തിന്റെ സൗഖ്യമാണ് ചിന്തിച്ചത്. അതുകൊണ്ടാണ് ചെറിയൊരു രാജ്യമായി കൊണ്ടുപോട്ടെ, പപ്പുഗിനിയ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറിയൊരു രാജ്യമാണ്, ലോകത്ത് വലിയ ശക്തിയൊന്നുമല്ല. പക്ഷെ അതിന്റെ ഭരണാധികാരി നമ്മുടെ നാട്ടിൽ വന്നപ്പോ ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ആശ്ലേഷണം നമ്മൾ കണ്ടു. അദ്ദേഹം നേരെ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാലിൽ തൊട്ട് കണ്ടുവച്ചു. ലോകത്ത് ഇന്ന് വരെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മറ്റൊരു രാജ്യത്ത് പോയിട്ട് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂടിപ്പോയാൽ തൊഴിൽ, ഇതിന്റെ അപ്പുറത്തേക്ക് സംഭവിക്കലില്ല. അപ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് അമ്മയെ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പോ ആ സ്നേഹവും ആ കരുതലും ആ പറയുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾ, ഈ ചെറിയ ചെറിയ രാജ്യങ്ങളും നാളെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഒന്ന് സഹായിക്കാനുള്ള ആവതൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ അത് ചെയ്യുന്നത്. പകരം എന്താണ്, നമ്മള് അവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന എന്താണ്, മനുഷ്യരെ എല്ലാവരെയും അമൃതസ്യ പുത്ര എന്നാണ് വേദങ്ങൾ മനുഷ്യനെ വിശേഷിപ്പിച്ചത്, അല്ലെ? അങ്ങനെ ഏറ്റവും ഉന്നതരായ ശ്രേഷ്ഠരായ മനുഷ്യരെ എന്നാണ്, അല്ലെങ്കിൽ പുത്രന്മാരെ എന്നാണ് വേദങ്ങൾ മനുഷ്യനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സ്, ആ കരുതല് നമ്മുടെ രാഷ്ട്രം കാണിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം ലോകത്ത് കാണിക്കുമ്പോഴാണ് അവരെന്തിലേക്ക് കയറി വരുന്നത്? വിശ്വഗുരു എന്ന് പറയുന്ന ആ പദവിയിലേക്ക് കയറി വരുന്നത്. ഇതിന് തടസ്സം നിൽക്കുന്നത് ആരാ? ഇതിന് തടസ്സം നിൽക്കുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ടോപ്പിക്. ഞാൻ 5-10 മിനിറ്റിനകത്ത് ഫിനിഷ് ചെയ്യാം, സമയമാവുന്ന എനിക്കറിയാം. ഇതിന് തടസ്സം നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഇതിന് തടസ്സം നിൽക്കുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ മുന്നിലേക്ക് വന്നു കയറുന്ന പല വാർത്തകളും പല കാര്യങ്ങളും നമ്മൾ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങുക. ഇമോഷൻസിന്റെ പുറത്ത് വരുന്ന പല കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? തൊണ്ട തൊടാതെ വിഴുങ്ങുക. എന്നിട്ട് നമ്മൾ ആർക്കെതിരെ ആയുധം എടുക്കും? നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ നമ്മൾ ആയുധം എടുക്കും. വിവേകാനന്ദ സ്വാമികളോട്
ഒരിക്കലും ഒരു ശിഷ്യൻ ചോദിക്കുകയുണ്ടായി, സ്വാമിജി അങ്ങ് വലിയ ഭാരതത്തെ കുറിച്ചിട്ടും സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടും ഒക്കെ അങ്ങ് സംസാരിക്കുന്നുണ്ടല്ലോ, അങ്ങ് എന്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങുന്നില്ല? വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഞാൻ ഇറങ്ങാം, നാളെ തന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തരാം, പക്ഷേ നിങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രാപ്തരായിട്ടില്ല. വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇതിനെ കുറച്ചുകൂടി വൾഗറായിട്ട് പറഞ്ഞു, ദ പവർ വിൽ ഗോ ടു ദ റാസ്കൽസ് എന്നാണ് പറയുന്നത്. തെമ്മാടികളുടെ കയ്യിലേക്ക് അവരുടെ ഭരണം പോകും. ദേ വിൽ ഗീവ് ഫ്രീ ബീസ്, അവർ ഫ്രീ ബീസ് എടുത്തു കൊടുക്കും. ഇന്ത്യക്കാര് മുഴുവനും എന്താണ് അതിന്റെ പിറകെ വാലാട്ടി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവും. ആ രാജ്യം ഛിന്ന ഭിന്നമാവുന്നു. വിവേകാനന്ദ സ്വാമി വളരെ മാന്യമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആക്രമണം BC 323 ഭാരതത്തിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഓരോ ഗണരാജ്യങ്ങളായിട്ട് അദ്ദേഹം ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്ന സമയത്ത് അടുത്ത ഗണരാജ്യം നോക്കിയിരിക്കും, വരട്ടെ, ഞങ്ങളുടെ നേരെ വരട്ടെ. അടുത്ത ഗണരാജ്യം നോക്കിയിരിക്കും, വരട്ടെ, രണ്ടാമത്തെ, മൂന്നാമത്തെ. ആ സമയത്ത് മഗധ പോലുള്ള മഹാസാമ്രാജ്യങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. മഗധ ഒന്ന് ഇടപെട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, പക്ഷെ ഇടപെടില്ല. അവസാനം അലക്സാണ്ടർ എന്താണ് ഈ ഓരോ ഗണരാജ്യങ്ങളെയും പോരടിച്ച് തോൽപ്പിച്ച് കഴിയുന്ന സമയത്ത് വലിയ ആൾനാശവും വലിയ ക്ഷയവും അവരുടെ സൈന്യത്തിനുണ്ടാകുന്നുണ്ട്. അവസാനം ഇനി മഗധയിലേക്ക് പോകണം, വലിയ രാജ്യങ്ങൾ വീണ്ടും കിടക്കുന്നു എന്നറിഞ്ഞപ്പോ സ്വന്തം സൈന്യത്തിനകത്ത് എന്താണ് റിവോൾട്ട് ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നത്. അതിന് നമ്മൾ പഠിപ്പിക്കുന്നതാണ് മഹാനായ അലക്സാണ്ടർ വിശാല മനസ്കത നോക്കി തിരിഞ്ഞു പോയി എന്ന് പറയും. അങ്ങനൊന്നുമല്ല. പക്ഷേ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ വരവും ഈ മറ്റ് രാജ്യങ്ങളുടെ നിസ്സംഗതയും കയ്യും കെട്ടി നോക്കി നിന്ന ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടായിരുന്നു. ഗുരുവിന്റെ പേര് ചാണക്യൻ എന്നാണ്, ശിഷ്യന്റെ പേര് ചന്ദ്രഗുപ്ത മൗര്യൻ എന്നാണ്. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു മൗര്യ സാമ്രാജ്യം ഇവിടെ സൃഷ്ടിക്കും. ആ മൗര്യ സാമ്രാജ്യം രണ്ടാം തലമുറ എത്തുമ്പോൾ, ബിംബിസാറിന് എത്തുമ്പോൾ അതിവിപുലവും അതിശക്തവുമാക്കി മാറ്റും. പക്ഷെ മൂന്നാം തലമുറയിൽ അലക്സാണ്ടറിലേക്ക് എത്തുമ്പോൾ എന്ത് പറ്റും? ലിബറലിസം, നമ്മൾ ഇന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറലിസം അല്ലെ, ഈ സാധനങ്ങളൊക്കെ ചോറെല്ലിന്റെ ഇടയിൽ കുത്തുന്നത് പോലെ കുത്താൻ തുടങ്ങും. കുത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിർത്തികളൊക്കെ തുറന്നിടും, സൈന്യത്തിനെയൊക്കെ പിരിച്ചുവിടും. പിന്നെന്താണ്, നമുക്ക് ശത്രുവിന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും ഇല്ലേ? അവൻ ഇവിടെ കയറി വരാനും നമ്മളെ കീഴടക്കാനുള്ള അവന്റെ അവകാശങ്ങളെ കുറിച്ചാവും നമ്മുടെ സംസാരം. 1947 നമ്മുടെ രാജ്യം സ്വതന്ത്രമായി. ഏതാണ്ട് 3 തലമുറയോട് എടുക്കുന്നു. 3-ാം തലമുറ എടുത്തപ്പോൾ ഇപ്പൊ നമ്മൾ എന്ത് പറയുന്നു? അഫ്സൽ ഗുരുവിനെ തൂക്കി കൊല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച്, കശ്മീരിലെ പട്ടാളക്കാരെ കല്ലെറിയാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇല്ലേ നമ്മൾ തന്നെ സംസാരിച്ചു. അപ്പൊ നമ്മുടെ രാജ്യത്തെ ആരാണ് ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ തന്നെയാണ്. നമുക്ക് കട്ടിങ് സൗത്ത് ഉണ്ട് ഇല്ലേ? സൗത്ത് ഇന്ത്യയെ വേറൊരു സംസ്ഥാനമാക്കണം, പഞ്ചാബിനെ വേറൊന്നാക്കണം, നോർത്ത് ഈസ്റ്റിനെ വെട്ടി വേറെ ആക്കണം, തമിഴനെ വേറെ ആക്കണം. ഇനി വേറെ ആരെയൊക്കെ എന്തൊക്കെ ആക്കണം എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഇപ്പൊ തന്നെ ഇന്ത്യയുടെ പല ഭാഗം, കശ്മീർ പോയി, നോർത്ത് ഈസ്റ്റ് പോയി, പഞ്ചാബ് പോയി, സൗത്ത് ഇന്ത്യ പോയി, ഇപ്പൊ ഇനി ബാക്കി എന്താ വിശേഷിക്കുന്നത്? അപ്പൊ ഇങ്ങനൊരു പ്രോജക്റ്റുമായിട്ട് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശക്തി നമുക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാരതം ഒരിക്കലും മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ അതിന് പറ്റുന്ന തലത്തിലേക്കുള്ള എലമെന്റ്സ് നമ്മുടെ ഇടയിലേക്ക് കയറ്റി വിടുക എന്ന് പറയുന്ന ഒരു ഗൂഢതന്ത്രം വളരെ ഗൂഢമായിട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്നു. അതിനെക്കുറിച്ച് ടെക്നിക്കലി കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഡെപ്തിലേക്ക് പോകേണ്ട വിഷയമാണ്. പക്ഷെ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നുകൊണ്ട് ആ വിഷയം ആ രീതിയിലല്ല സംസാരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ ഞാൻ ആ വിഷയത്തിനെ അവതരിപ്പിച്ചത്. ഈ ഡീപ് സ്റ്റേറ്റിന്റെ വിഷയത്തിലേക്ക് പോകണമെങ്കിൽ വലിയ രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഓരോ ചെറിയ ചെറിയ ആർട്ടിക്കിളുകൾ എഴുതിയിരിക്കുന്നതിന് എത്ര ലക്ഷം, എത്ര കോടി രൂപയാണ് ഇവിടുത്തെ പല NGOസിന്റെയും അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ വിഷയം പറഞ്ഞു അല്ലേ? എന്താ തൃശ്ശൂർ പൂരത്തിന്റെ വിഷയം? സുരേഷ് ഗോപി ആംബുലൻസിൽ ഒന്നിറങ്ങിയതാണോ വിഷയം? അല്ല. തൃശ്ശൂർ പൂരത്തിന്റെ വിഷയം കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊരു വലിയ പ്രോജക്റ്റാണ്. അത് 1 വർഷത്തെയോ 2 വർഷത്തെയോ പ്രോജക്റ്റ് ഒന്നും അല്ല അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നില്ല, തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തൃശ്ശൂർ പൂരത്തില് ഞാൻ ആ വിഷയം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു, നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തില് ഒരു 10-100 ആനയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പൂരം നടക്കൂ. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു 100-200 നാട്ടാനകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 10-15 വർഷങ്ങൾക്ക് അപ്പുറം നമ്മുടെ നാട്ടില് നാട്ടാനകൾ ഉണ്ടാകില്ല. അപ്പൊ ഈ ആന ഇല്ലാത്ത പൂരത്തിന് എന്തെങ്കിലും എടുപ്പുണ്ടാവുമോ? ഒരെടുപ്പും ഉണ്ടാവില്ല. അപ്പോ ഈ ഹിന്ദു ഉത്സവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ, ഇപ്പൊ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദീപാവലി ആവട്ടെ, ദീപങ്ങളുടെ അല്ലെ, ഉത്സവങ്ങളുടെ ആഘോഷമാണ്. ഹോളി നിറങ്ങളുടെ ആഘോഷമാണ്.
തമിഴ്നാട്ടിലേക്ക് ചെന്ന ജല്ലിക്കെട്ട്, പൊങ്കൽ വലിയ ആഘോഷമാണ്. കേരളത്തിലേക്ക് വന്നാൽ തൃശ്ശൂർ പൂരമുണ്ട്, ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പുണ്ട്, തൃപ്പൂണിത്തുറയിലുണ്ട്, ഇല്ലേ? ഇങ്ങനെ നടക്കുന്ന ഈ പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു എടുപ്പും ഗാംഭീര്യവും. അപ്പൊ ഈ എടുപ്പിനെയും ഗാംഭീര്യത്തിനെയും തകർത്ത് കളഞ്ഞാൽ ഈ ഉത്സവങ്ങളുടെ പകിട്ട് കുറയുമെന്നും അവിടേക്ക് എത്തുന്ന യുവാക്കൾ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളുടെ എണ്ണത്തിൽ കുറവ് വരുമെന്നും ക്ഷേത്രങ്ങളുടെ ഉൾപ്പെടെ വരുമാനം കുറയുമെന്നും അങ്ങനെ ഹിന്ദു മതത്തിന് തകർക്കാം എന്നുള്ളതാണ് ഒരു പ്ലാൻ, ഒരു പ്രോജക്റ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെന്ത് ചെയ്യും? നേരെ തൃശ്ശൂർ പൂര സമയത്ത് പണ്ട് അനിമൽ ഹസ്ബൻഡറി ബോർഡ് ഉണ്ട്, അവരാണ് ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോ അനിമൽ ഹസ്ബൻഡറി ബോർഡ് കൊടുക്കുന്നതിന് പുറമെ കുറെ ഇടത് NGOs കുറെ അമിക്കസ് ക്യൂരിമാരെയും കൂടെ കൊണ്ടുപോയി. ഈ അമിക്കസ് ക്യൂരി വക്കീലന്മാർക്ക് ആനയെ പരിശോധിക്കാറില്ല. പക്ഷെ ഇവര് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യും? ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് അതിന് അൺഫിറ്റ് ആണെന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിലെ ആനകൾക്ക് ഇപ്പോ വർഷത്തിൽ 60 ദിവസം മാത്രമേ പണിയുള്ളൂ. ബാക്കി 300 ദിവസം ഇത് വെറുതെ നിൽക്കുകയാണ്. അതിന് വേറെ ഒരു പീഡനമല്ല, 300 ദിവസം ആന വെറുതെ നിൽക്കുകയാണ്. ഈ ഉത്സവ സീസണിലുള്ള 60 ദിവസം, പണ്ടാണെങ്കിൽ കൂപ്പിൽ തടി പിടിക്കാൻ പോകുമായിരുന്നു, ഇപ്പൊ അതുമില്ല, ആകെ ഇത് മാത്രമാണുള്ളത്. അപ്പൊ ഈ 60 ദിവസത്തിനിടയിൽ ഒരു ആനയ്ക്ക് അൺഫിറ്റ് ആണെന്ന് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്താൽ 15 ദിവസം പിന്നീട് ഈ ആനയെ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ പറ്റില്ല. അപ്പൊ 45 ദിവസമേ ബാക്കിയുള്ളൂ. ഈ 45 ദിവസത്തെ വരുമാനം വെച്ച് വേണം ഈ ആനയെ ഒരു വർഷം മുഴുവൻ ഓടിക്കാൻ വേണ്ടി. അപ്പൊ തൃശ്ശൂർ പൂരത്തിലേക്ക് കഴിവതും ആനയെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ആര് ശ്രമിക്കും? ഈ പറയുന്ന നാട്ടാനകളുടെ ഉടമസ്ഥര് ശ്രദ്ധിക്കേണ്ടെന്ന സാഹചര്യം വെച്ചാൽ അവരുടെയും വയറ്റിപ്പെടുത്താണ്. എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കും, നമ്മൾ തിരിച്ചറിയുന്ന പോലുമില്ല. അപ്പൊ ആനയെ നിർത്തുന്നതിന് ഇത്ര അടി ദൂരെ, ഇത്ര അടി ദൂരെ, ഇത്ര മീറ്റർ. ഇപ്പൊ തൃപ്പൂണിത്തുറ വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ആൾക്കാർ ശ്രദ്ധിച്ചത്. തൃശ്ശൂർ പൂരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പോലീസ് രാവിലെ ഇറങ്ങി മാർക്ക് ചെയ്യണം, ആനയുടെ ആളുവിടെ, ആനയുടെ ആളുവിടെ. അവിടെ നിന്ന് തുടങ്ങിയ അടിയാണ് രാത്രി വരെ നമ്മൾ കണ്ട അടിയിൽ പോയി കലാശിച്ചത്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അവെയർ അല്ല. നമുക്കെതിരെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ചില ഹൈക്കോടതിയിലെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധവും യുദ്ധപ്രഖ്യാപനങ്ങളുമാണ്. അപ്പോ ഇതൊരു ചെറിയ പ്രോജക്റ്റ് അല്ല. ഇതിന്റെ ചലഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു നിമിഷം കൊണ്ട് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് അതിനോടുള്ള ആദ്യത്തെ പ്രതിരോധം എന്ന് പറയുന്നത്. ശേഷം വളരെ കുറച്ചുകൂടി വിശാലമായിട്ട് നിങ്ങൾക്ക് അത് അന്വേഷിക്കാൻ പറ്റും, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോ ഭാരതം വിശ്വഗുരു എന്ന് പറയുന്ന സിംഹാസനത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഈ കംസൻ പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും കൃഷ്ണൻ ജനിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരൊക്കെ പണി എടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനൊരു ത്രില്ലല്ലേ? അപ്പൊ അവരവരുടെ പണി എടുത്തോട്ടെ, നമ്മൾ നമ്മുടെ പണി എടുക്കും. നമ്മുടെ ഇടയിലും വാര്യന്മാരും വാര്യംകുന്നന്മാരും ഒക്കെ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അതെല്ലാം അറിയാം. അത് ഉണ്ടായിക്കൊണ്ട് പോട്ടെ. ഓരോ വാര്യംകുന്നന്മാർക്കും 1000 മാർത്താണ്ഡവർമ്മമാരും വൈക്കം പത്മനാഭ പിള്ളമാരും ഒക്കെ ജനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അപ്പോ തീർച്ചയായിട്ടും എന്നെ ഇത്രയും തന്തേട്ടനെ പോലെയുള്ള മഹത്തുക്കളായിട്ടുള്ള ആൾക്കാർ വരികയും സംസാരിക്കുകയും ചെയ്ത ഈ വേദിയിലേക്ക്, മലപ്പുറത്തിന്റെയും മണ്ണിലേക്ക്, പോരാട്ടത്തിന്റെ പ്രതിരോധത്തിന്റെയും മണ്ണിലേക്ക്, കുരുമ്പ ഭഗവതിയുടെ മണ്ണിലേക്ക് എന്നെ ക്ഷണിച്ച ഏവർക്കും 1000 നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.